അമിത മദ്യപാനരോഗിയാണ്. ഞാനൊരു അമിത മദ്യപാനരോഗിയാണ്. ദൈവത്തിന്റെ കന്യാലയായ 40 കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന് സമർപ്പിച്ചിട്ടുള്ള എന്റെ പേര് ഷിപ്പു. അപ്പൊ നമ്മള് ഇന്ന് ഹരിഹരൻ ചേട്ടനായിരുന്നു. അദ്ദേഹം അവധി പറഞ്ഞു. അതുകൊണ്ട് ഈ ആഴ്ച ശനിയാഴ്ച ഞായറാഴ്ച വരാമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇന്ന് വ്യക്തികഥകളിലേക്ക് തന്നെ വീണ്ടും പോകേണ്ടതുണ്ട്. ഒരു 3-4 കഥകൾ കൂടി കഴിഞ്ഞാൽ, പക്ഷെ അത് ഒത്തിരി ഉണ്ട്, അത് ഓരോന്നും. ഏതായാലും നമുക്ക് നോക്കാം. ഇൻ ദ മിഡ് 60s നമ്മൾ പറഞ്ഞെടുത്തത് കട്ടർ ബ്രൗഡോ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ്. അതായത് ഏകദേശം 1960കളുടെ മധ്യത്തിൽ ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് മൈ ബ്രദർ. എനിക്ക് എന്റെ ബ്രദറിനെ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഹു ഹാഡ് എ ഫെലോഷിപ്പ് അറ്റ് എ യൂണിവേഴ്സിറ്റി ഇൻ കാലിഫോർണിയ. അവന് ഈ കൂട്ടായ്മ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ എന്റെ ബ്രദറും പോകുന്നുണ്ടായിരുന്നു. ദീസ് വേർ ഹെഡി ടൈംസ്. ഇതാണ് മുൻ സമയങ്ങൾ. ആൻഡ് മൈ എക്സ്പീരിയൻസ് ദർ ലെഫ്റ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ മീ. അവിടുത്തെ അനുഭവങ്ങൾ എന്നെ പറ്റിയുള്ള അവരുടെ ധാരണകളെല്ലാം എന്നോടുള്ള ഇംപ്രഷനെല്ലാം അവസാനിപ്പിച്ചിരുന്നു. ദർ വാസ് മ്യൂസിക് ഇൻ ദ എയർ ആൻഡ് ഡാൻസിങ് ഇൻ ദ സ്ട്രീറ്റ്. അന്തരീക്ഷത്തിൽ സംഗീതം ഒഴുകുന്നു, സ്ട്രീറ്റുകളിൽ ഡാൻസ് ഉണ്ട്. ലിറ്റിൽ വാണ്ടർ ദാറ്റ് ആഫ്റ്റർ റിട്ടേണിംഗ് ടു ദ മിഡ് വെസ്റ്റ് ഐ സൂൺ ബിക്കേം എ ഡിസിപ്ലിൻ പ്രോബ്ലം. അതായത് ഞാൻ മിഡ് വെസ്റ്റിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എനിക്കൊരു അച്ചടക്ക പ്രശ്നമുണ്ടായിരുന്നു. ഡിsillusionary, അബദ്ധധാരണകൾ വിത്ത് ദാറ്റ് ഐ സോ ദ മാൻഡയർ ട്രിവിലിറ്റീസ് ഓഫ് സ്കൂൾ. സ്കൂളിൽ ഞാൻ സാധാരണ അല്ലെങ്കിൽ വിരസമായി കണ്ടിരുന്ന അപ്രധാനമായ പല കാര്യങ്ങളിലും എനിക്ക് പല അബദ്ധധാരണകളും ഉണ്ടായിരുന്നു. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡർ ആൻഡ് ഹാർഡർ ടു കോൺസെൻട്രേറ്റ്. ഏകാഗ്രത എന്ന് പറയുന്ന സാധനം വളരെ കഠിനമായി വന്നു. ഐ ലോങ്ഡ് ഫോർ ദ കെയർ ഫ്രീ ലൈഫ്. ഐ ലോങ്ഡ് ഫോർ ദ കെയർ ഫ്രീ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അശ്രദ്ധമായ ജീവിതം നയിച്ചു. ബൈ ദ ഫോൾ ഓഫ് 1968, ഏകദേശം 1968 ഫോളിൽ, ആഫ്റ്റർ ലീവിങ് 3 ഡിഫറെന്റ് സ്കൂൾ. ഞാൻ 3 സ്കൂളിൽ ആഫ്റ്റർ ലീവിങ് 3 ഡിഫറെന്റ് സ്കൂൾ, 3 സ്കൂൾ ഉപേക്ഷിച്ച് ഐ ഡിസൈഡ് ഐ ഹാർഡ് ഇനഫ്. എനിക്ക് 3 സ്കൂളുകൾ ഉപേക്ഷിച്ചു. കാരണം ഞാൻ ഉറപ്പിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു എനിക്ക് മതിയായി. സോ ഐ ക്വിറ്റ് ദ ബുക്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്കുകൾ ഉപേക്ഷിച്ചു. പാക്ക്ഡ് മൈ ഗിത്താർ. ഞാൻ ഗിത്താർ എല്ലാം പാക്ക് ചെയ്ത് ലെഫ്റ്റ് ഹോം. ഞാൻ വീട് വിട്ടിറങ്ങി. ആൻഡ് ഹെഡഡ് ബാക്ക് ടു ദ വെസ്റ്റ് കോസ്റ്റ് ഫിൽഡ് വിത്ത് ദ ഓപ്റ്റിമിസം. വളരെ ശുഭപ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ വെസ്റ്റ് കോസ്റ്റിലേക്ക് യാത്രയായി. ഒപ്റ്റിമിസം ഓഫ് യൂത്ത്, അതായത് ഒരു യുവാവിന്റെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒരു യുവാവിന്റെ ശുഭപ്രതീക്ഷ, ഒരു ആത്മവിശ്വാസത്തോടു കൂടി. ആൻഡ് ഇന്റൻഡിങ് ടു മേക്ക് എ ലൈഫ് ഫോർ മൈസെൽഫ്. എനിക്ക് സ്വന്തമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണമെന്ന തീരുമാനത്തോടു കൂടി. മൈ ടൈനി ഗ്രാബ്സ് ടേക്ക് സൂൺ സ്റ്റാർട്ടഡ് ഓൺ റൺ ഔട്ട്. പക്ഷെ എൻ്റെ ഈ പറയുന്ന വളരെ നേർത്ത ഈ ആത്മവിശ്വാസം ഒഴിഞ്ഞുപോയി. ആൻഡ് വർക്ക് വാസ് ഹാർഡ് ടു ഫൈൻഡ്. ജോലി എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഐ പാൻ ഹാൻഡിൽഡ് എ ലിറ്റിൽ ബട്ട് ഫൗണ്ട് ഐ വാസ് ടു പ്രൗഡ് ഫോർ ഇറ്റ്, ഓർ മോർ ലൈക്ലി നോട്ട് ഹംഗ്രി ഇനഫ്. എനിക്ക് ചില പാനില് ചില ഭക്ഷണങ്ങളൊക്കെ കിട്ടിയെങ്കിലും ഞാൻ അതിനകത്ത് അഭിമാനിക്കുകയൊക്കെ ചെയ്തെങ്കിലും സാധാരണയായി എനിക്ക് അത് വിശപ്പുണ്ടായിരുന്നില്ല. ഐ ബെഗാൻ ലിവിങ് ഹാൻഡ് ടു മൗത്ത്, ബട്ട് മൈ സർവൈവൽ സ്കിൽസ് വെയർ നോട്ട് ആസ് റാപ്പ് ഐ തോട്ട്. എനിക്ക് ജീവിക്കേണ്ടത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമായി. പക്ഷെ എൻ്റെ ഈ സർവൈവല് സ്കില്ലുകൾ അത്ര കൂർത്തതായിരുന്നില്ല ഞാൻ ചിന്തിച്ചതുപോലെ. ഇൻ വാമർ വെതർ, അതായത് ചൂടുള്ള സമയങ്ങളിൽ, ആ ക്യാമ്പഡ് ഇൻ ദ വുഡ്സ് നിയർ ദ കോസ്റ്റൽ ഹൈവേ. കോസ്റ്റൽ ഹൈവേയിലുള്ള മരങ്ങളുടെ ഇടയിൽ ഞാൻ താമസിച്ചു. ദ ബാർക്കിംഗ് ഓഫ് ദ സീ ലയൺ, ആ സമയത്ത് കടലിൽ നിന്നുള്ള ഗർജനം അല്ലെങ്കിൽ കടൽ സിംഹങ്ങളുടെ ഗർജനം മേഡ് ഇറ്റ് ഹാർഡ് ടു സ്ലീപ്പ്. എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. വിത്ത് വിന്റർ അപ്രോച്ചിങ്, എപ്പോഴാണോ തണുപ്പുള്ള സമയം വരുന്നത്, ആ റോംഡ് ദ വാട്ടർ ഫ്രം ആൻഡ് ദ സ്ട്രീറ്റ്. ഞാനിങ്ങനെ ഈ കടൽ തീരത്തിലൂടെയും ചന്തകളിലൂടെയും കറങ്ങി നടന്നു. സ്ലീപ്പിംഗ് ഇൻ സ്റ്റോർ റൂംസ്, ചില സ്റ്റോർ റൂമുകളിൽ ഞാൻ ഉറങ്ങുവാൻ പോയി. ആൻഡ് CD ഹോട്ടൽസ്, ചില ഹോട്ടലിന്റെ സൈഡുകളിലെല്ലാം ഞാൻ ഉറങ്ങാൻ പോയി. ഓർ ഫ്ലോപ്പിംഗ് ദ മൈഗ്രന്റ് ഫാം വർക്കേഴ്സ് ഇൻ ടൗൺ ഫോർ ദെയർ ഓഫ് സീസൺസ്. അവരുടെ ഈ വിന്റർ സമയത്ത് ഈ കർഷകർ ഓഫ് സീസണിൽ താമസിച്ചുകൊണ്ടിരുന്ന പല ഫാം വർക്കേഴ്സിന്റെയും കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവർ ദൂര സ്ഥലങ്ങളിൽ നിന്ന് അവിടെ കൃഷിപ്പണിക്കായിട്ടൊക്കെ അവരുടെ കൂടെ ഞാൻ താമസിച്ചു. വാട്ട് ഹാർഡ് ബിഗാൻ ആസ് ആൻ അഡ്വഞ്ചർ വാസ് ടേണിംഗ് ഇൻ ടു എ നൈറ്റ് മെയർ. ഒരു സാഹസികമായിട്ടുള്ള യുവാവായിരുന്ന ഞാൻ
വളരെ ശുഭപ്രതീക്ഷയോടുകൂടി വെസ്റ്റ് കോസ്റ്റിലേക്ക് പോയതാണ്. പക്ഷെ ഇപ്പോൾ ആ സാഹസികതകളെല്ലാം ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. മൈ moments, എൻ്റെ നിമിഷങ്ങൾ ഓഫ് escapes from his this uncomfortable reality came. അതായത് എൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിത ബോധമില്ലാത്ത റിയാലിറ്റി കെയിം, യാഥാർത്ഥ്യങ്ങളാണ് കടന്നു വന്നത്. വെൻ ഐ പേഴ്സ്യൂഡ്, ഞാൻ പേഴ്സ്യൂഡ് സമ്മൺ ടു ഷെയർ ദെയർ വൈൻ ഓർ വോഡ്ക. ഞാൻ പലരെയും അനുനയിപ്പിച്ചു അല്ലെങ്കിൽ പലരെയും പ്രേരിപ്പിച്ചു ഇങ്ങനെയുള്ള പലരെയും പ്രേരിപ്പിച്ചെന്ന് വെച്ചാൽ അവരുടെ വോഡ്കയും അവരുടെ ഇതുമൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാൻ പലരെയും അനുനയിപ്പിച്ചു അവരുടെ വോഡ്കയും വൈനൊക്കെ ഷെയർ ചെയ്യാൻ. വിത്ത് ഡ്രിങ്ക് ഇൻ മീ, കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മൈ കോൺഫിഡൻസ് റിട്ടേൺഡ്, ഞാൻ എൻ്റെ ആത്മവിശ്വാസം തിരിച്ചു വന്നു. മൈ ഡയറക്ഷൻ സീംഡ് ക്ലിയർ കട്ട്, എൻ്റെ ഡയറക്ഷൻസ് വളരെ വ്യക്തമായി. ആൻഡ് ഐ റിവീൽഡ് ഇൻ ലോഫ്റ്റി, ഉയർന്ന തരത്തിലുള്ള പ്ലാൻസുകൾ ആൻഡ് ഡ്രീംസ് ഫോർ ദി ഫ്യൂച്ചർ. കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉയർന്ന തരത്തിലുള്ള പ്ലാനുകൾ വന്നു, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കടന്നു വന്നു. ഡ്രിങ്കിങ് ടു എസ്കേപ്പ് ആൻഡ് ബിക്കം ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഈറ്റിംഗ് ടു സർവൈവ്. അതായത് ഈ തരം രക്ഷപ്പെടലുകൾ അല്ലെങ്കിൽ കുടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലും അതുപോലെ തന്നെ പിന്നീട് എൻ്റെ ഡ്രിങ്കിങ് ടു എസ്കേപ്പ് ബിക്കം ആസ് ഇമ്പോർട്ടൻ്റ് ടു ഈറ്റിംഗ് ടു സർവൈവ്. പിന്നെ എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൻ്റെ സ്വപ്നങ്ങൾ, ലോഫ്റ്റി പ്ലാൻസ് ടു ആൻഡ് ഡ്രീംസ് ഫോർ ദി ഫ്യൂച്ചർ. എൻ്റെ ലോഫ്റ്റി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന അല്ലെങ്കിൽ ഉദാത്തമായ പല പ്ലാനുകളും എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആയിട്ട് വന്നു. ഡ്രിങ്കിങ് ടു എസ്കേപ്പ് ബിക്കം ആസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ് ഈറ്റിംഗ് ടു സർവൈവ്. അതായത് എനിക്ക് അപ്പോൾ അതായത് കുടിയിൽ നിന്നുള്ള രക്ഷപ്പെടൽ ബിക്കം ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഈറ്റിംഗ് ടു സർവൈവ്. അതായത് എനിക്ക് തിന്നുക എന്ന് പറയാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞ പോലെയായി കുടിക്കുക എന്നുള്ള കാര്യം. ഓൾ ഓഫ് ദ കട്ടർ ബ്രൈവഡോ, അല്ലെങ്കിൽ ബ്രൈവഡോ എന്ന് വെച്ചാൽ ചങ്കൂറ്റം അല്ലെങ്കിൽ വീരവാദങ്ങൾ അല്ലെങ്കിൽ വീരവാദം മുഴക്കൽ, ഇതെല്ലാം കട്ടറിലായി. അതിന്റെ ഡിറ്റർമിനേഷൻ ക്രംബിൾഡ് വെൻ, അതായത് തീരുമാനങ്ങളെല്ലാം ചുരുണ്ടുപോയി. എൻ്റെ അവസാനം റാണപ്പ് അഗൈൻസ്റ്റ് ദ ലോ, ഞാൻ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. ദ അതോറിറ്റി സെൻഡ് മീ പാക്കിംഗ് ബാക്ക് ടു ദി മിഡ് വെസ്റ്റ്, എന്നെ മിഡ് വെസ്റ്റിലേക്ക് പാക്ക് ചെയ്ത് അയച്ചു. വിത്ത് നത്തിങ് മോർ ദാൻ ദ ക്ലോത്ത്സ് ഓൺ മൈ ബാഗ്, എൻ്റെ ബാഗിൽ ഒരു ക്ലോത്തും ഉണ്ടായിരുന്നില്ല. അറൈവിങ് ഹോം, വീട്ടിൽ വന്നപ്പോൾ ഐ ഡാസിൽഡ് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം കണ്ണം ചെപ്പിക്കുന്ന കഥകൾ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അത്യുഗ്രമായ എൻ്റെ കഥകൾ പറയാൻ തുടങ്ങി. വിത്ത് എക്സാജറേറ്റഡ്, അതായത് കൂടുതൽ യഥാർത്ഥമല്ലാത്ത കാര്യങ്ങളും കൂടുതൽ എക്സാജറേറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ പൊലിപ്പിച്ച് പറയാൻ തുടങ്ങി. ടെയിൽസ് ഓഫ് എക്സോട്ടിക് പീപ്പിൾ, ഞാൻ ഈ വിദേശത്ത് അല്ലെങ്കിൽ അന്യദേശത്ത് കണ്ട ആളുകളുടെ കുറിച്ചുള്ള സംഭവ കഥകൾ. ആൻഡ് സ്ട്രേഞ്ച് ഹാപ്പനിങ്, എനിക്ക് അസംഭവമായ കാര്യങ്ങൾ, ഒരിക്കലും സംഭവിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചതിനെ പറ്റി ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാൻ വയ്ക്കും. സം ഓഫ് ദം ട്രൂ, അതിൽ ചിലത് സത്യവുമായിരുന്നു. വി വെന്റ് സ്ട്രേറ്റ് ഔട്ട് ഡ്രിങ്കിങ്, ഞങ്ങൾ നേരിട്ട് കുടിക്കാൻ തന്നെ പോയി. ആൻഡ് പിക്ക്ഡ് അപ്പ് റൈറ്റ് വെയർ ഐ ലെഫ്റ്റ് ഓഫ്. അങ്ങനെ ഞാൻ കുടിച്ചു തുടങ്ങിയപ്പോൾ എവിടെയാണോ ഞാൻ നിർത്തിയത് അതുപോലെ തന്നെ കുടിച്ചു. ഓൾവേസ് ദ ഒബ്ജക്റ്റ് വാസ് ടു ഗോ ആൻഡ് ഗെറ്റ് വേസ്റ്റഡ്. അങ്ങനെ ഒരുപാട്, അതായത് എൻ്റെ ലക്ഷ്യം, അതായത് ഒരു ബഗ് അടിക്കുക അല്ലെങ്കിൽ 2 ബഗ് അടിക്കുക എന്ന ലക്ഷ്യം, അതിൽ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും ഗെറ്റ് വേസ്റ്റഡ്. പക്ഷെ ആ ലക്ഷ്യത്തെ പാഴാക്കി കളയാണ്, കാരണം ഞാൻ കൂടുതൽ കുടിക്കുകയാണ്. ദോ ഐ സംടൈംസ് ഹാഡ് ട്രബിൾ ഹോൾഡിങ് മൈ ലിക്വർ, ചില സമയങ്ങളിൽ
എനിക്ക് ഈ മദ്യം കൈ പിടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രശ്നമായി. ഐ വാസ് വില്ലിംഗ് ടു ട്രൈ ഹാർഡർ. പക്ഷെ എന്നിരുന്നാലും ഞാൻ വളരെ ശക്തമായി കഠിനമായി പ്രവർത്തിക്കാൻ തുടങ്ങി. I felt the key to successful drinking was the same as it is in musicianship. അതായത് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്, സക്സസ്ഫുൾ ഡ്രിങ്കിങ്, അതായത് വിജയകരമായ കുടി എന്ന് പറയുന്നത് ഈ മ്യൂസിഷ്യൻഷിപ്പ് പ്രാക്ടീസ്, അതായത് വിജയകരമായി കുടിക്കുക എന്ന് പറയുന്നത് സംഗീതജ്ഞന്മാരെ പോലെയാണ്. അവർ പ്രാക്ടീസ് അവരെപ്പോഴും തുടർച്ചയായി പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ നല്ലൊരു മ്യൂസിഷ്യൻ ആവുന്നത്. ആഫ്റ്റർ ആൻ അറ്റംപ്റ്റ് അറ്റ് കോളേജ്, ഞാനൊരു കോളേജിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഐ സോട്ട് എംപ്ലോയ്മെന്റ്. ഞാൻ എംപ്ലോയ്മെന്റ് കണ്ടുപിടിച്ചു. ഓഫൺ വിത്ത് എ ഹാങ് ഓവർ. ഞാൻ ഹാങ് ഓവറിലാണ് ജോലി കണ്ടുപിടിച്ചത്. ദ ജോബ്സ് ഐ ഫൗണ്ട് ഐ കൺസിഡർഡ് ടു ബി മീനിയൽ. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച ജോലി എന്ന് പറയുന്നത് ഒരു പാദസേവ ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ കൂലിപ്പണി പോലെ, അല്ലെങ്കിൽ വിടുപണി ചെയ്യുന്ന പോലെയാണ്. ഐ ഡിഡ് നോട്ട് എറ്റ് നോ ദാറ്റ് ഓൾ വർക്ക്സ് ഈസ് ഹോണറബിൾ. എനിക്ക് ഒരിക്കലും തോന്നിയില്ല എല്ലാ ജോലിയും ഹോണറബിൾ ആൻഡ് ബഹുമാനം അർഹിക്കുന്നതാണെന്ന്. ദ മെയിൻ്റെനൻസ് ക്രൂസ് ദ ഇലക്ട്രോ പ്ലേറ്റിംഗ് ദ ഫാക്ടറി വർക്ക്. അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്രൂസിനോട് വർക്ക് ചെയ്യേണ്ടി വന്ന ഇലക്ട്രോ പ്ലേറ്റിംഗ് ദ ഫാക്ടറി വർക്ക്, ചിലപ്പോൾ കമ്പനികളുടെ ജോലികൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മരുന്ന് കമ്പനികൾ ജോലി ചെയ്തു. ആഫ്റ്റർ എംപ്റ്റിങ് ദ ട്രാഷ് ഐ സ്റ്റാർട്ടഡ് ഓൺ ദ ഷെൽഫ്സ്. ഞാൻ ഈ ട്രാഷ് ഒക്കെ എടുത്ത് കളയുന്നു, പിന്നെ ഞാൻ എൻ്റെ ഷെൽഫ്സിൽ പരിശോധിക്കാൻ തുടങ്ങി. ഓൺ മൈ റെസ്യൂം, എൻ്റെ ജോലിക്കുള്ള അപേക്ഷകളൊക്കെ എവിടെയാണ്? മത്തീവ്സ്, എൻ്റെ മോഷണങ്ങൾ, ടാർഡിനസ്, മന്ദഗതിയിലായ എൻ്റെ ചിന്താഗതികൾ, എൻ്റെ ആബ്സിനൻസ്, ഒരിക്കലും ജോലിക്ക് ഹാജരാവാത്ത അവസ്ഥ, ദി റീസൺ ഫോർ മൈ ഡിസ്മിസൽസ്, എത്രയോ കാലം കൊണ്ട് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. വേർ ഓൺ മൈ റെസ്യൂം, എവിടെയാണ് എൻ്റെ ഈ പറയുന്ന റെസ്യൂമുകളെല്ലാം? ഐ വാസ് ബിക്കം ജനറലി ഡിസാറ്റിസ്ഫൈഡ്. എനിക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയി. ബട്ട് ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് ദ പ്രോബ്ലം വാസ് വിത്ത് മീ. ആ പ്രോബ്ലം എൻ്റെ കൂടെയാണോ എന്ന് എനിക്ക് തോന്നിയില്ല. ഐ വാണ്ടഡ് സം ഓഫ് ദ ഫൈനർ തിങ്സ് ലൈഫ്. എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ട്. ബട്ട് അപ്പോൾ റിയലൈസിങ് ദേ ടുക്ക് എഫർട്ട്. പക്ഷെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ശ്രമിക്കണമെങ്കിൽ എനിക്ക് എഫേർട്ട് എടുക്കണം. ഐ ഡിസ്മിസ്ഡ് ദം ആസ് ട്രാപ്പിംഗ്സ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് തുടങ്ങുക എന്ന് പറയുന്ന ആ കെണിയിൽ ഞാൻ അതെല്ലാത്തിനെയും ഉപേക്ഷിച്ചു. കാരണം നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ആ ഊർജ്ജം എനിക്ക് എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ പ്രവൃത്തികൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല. വാച്ചിങ് ഔട്ട് ഫോർ എ ബാഗ് ഓഫ് മണി ബൈ ദ സൈഡ് ഓഫ് ദ റോഡ് വാസ് മോർ മൈ ഐഡിയ ഓഫ് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എൻ്റെ വിചാരം ഒരു കെട്ട് പണം, ഒരു ബാഗ് പണം എവിടെയെങ്കിലും റോഡ് സൈഡിൽ വെച്ച് കിട്ടുക എന്നുള്ളതായിരുന്നു. ഇൻസ്പെക്ട് ഓഫ് മൈ ഡ്രിങ്കിങ്, കുടിക്കുന്നതിനുപരിയായി ഐ മാനേജ്ഡ് ടു സേവ് എ ലിറ്റിൽ മണി. കുടിച്ചാലും എനിക്ക് കുറച്ച് പണമൊക്കെ സമ്പാദിക്കാൻ പറ്റി. വിത്ത് മൈ ഫസ്റ്റ് $1,000 ഐ ബോട്ട് എ മോട്ടോർ സൈക്കിൾ. എൻ്റെ ആദ്യത്തെ $1,000 ഞാനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങി. വിത്ത് ദിസ് ഐ പർച്ചേസ് എ ലൈഫ് സ്റ്റൈൽ ഫോർ ദാൻ എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മോട്ടോർ സൈക്കിൾ മേടിച്ചത് തന്നെ ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മോർ ദാൻ എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യത്തിന് വേണ്ടിയല്ല ഞാൻ മേടിച്ചത്. അതൊരു ലൈഫ് സ്റ്റൈൽ പോലെയാണ്. 4 years afterward ഐ ലിവ്ഡ് ദ ബൈക്കർ ലൈഫ് സ്റ്റൈൽ. കുറെ വർഷങ്ങളായി ഞാൻ ആ ഒരു ബൈക്കർ ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചു. അറ്റ് ടൈംസ് റോ ആൻഡ് എക്സൈറ്റിംഗ്, മൈ എക്സിസ്റ്റൻസ് റിവോൾവ്ഡ് അറൌണ്ട് ബിൽഡിംഗ് ആൻഡ് ട്രാക്ക് റൈസിംഗ് മോട്ടോർ സൈക്കിൾ. അതായത് കുറെ സമയങ്ങളിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നിലനിന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടും മോട്ടോർ സൈക്കിൾ റേസിംഗ് നടത്തിക്കൊണ്ടുമാണ്. റൈഡ് ഹാർഡ്, വളരെ കഠിനമായി ഓടിക്കും. ലൈവ് ഫാസ്റ്റ്, ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ജീവിക്കും. ആൻഡ് ഡൈ യങ് വെയർ ദ ന്യൂ റൂൾസ്, ഞാൻ വളരെ ചെറുപ്പത്തിലെ മരിക്കാനും തയ്യാറായി. വീക്ക് ഡേയ്സ് ഐ സ്പെൻഡ് ബാർ ഹോപ്പിംഗ് ദ നെയ്ബർഹുഡ്സ്. എൻ്റെ തൊട്ടടുത്തുള്ള ബാറുകളിലാണ് ഞാൻ എൻ്റെ വാരാന്ത്യം, അല്ലെങ്കിൽ വെള്ളി ശനി ഞായറുകൾ ചെലവഴിച്ചത്. വീക്കെൻഡ്സ് വുഡ് ഫൈൻഡ് മീ ഇൻ ദ ക്ലബ്സ് ഡൗൺ ടൗൺ. അല്ലെങ്കിൽ എൻ്റെ മിക്ക അവസാനം അല്ലെങ്കിൽ വീക്കെൻഡ്സുകളും മിക്കവാറും ഈ ഡൗൺ ടൗണിലുള്ള ക്ലബ്ബുകളിലായിരുന്നു. ആസ് ദ ഇയേഴ്സ് പാസ്ഡ്, വർഷങ്ങൾ കടന്നുപോയി. മൈ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഗ്രൂ സ്മോളർ. എൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാർ ചെറുതായി വന്നു. സം ഡെഡ് ആക്സിഡന്റലി, ചില കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ആക്സിഡന്റ് പറ്റി മരിച്ചു. സം വെയർ കിൽഡ്, ചിലര് കൊല്ലപ്പെട്ടു. സം വെന്റ് ടു ജയിൽ, ചിലർ ജയിലിൽ പോയി. ആൻഡ് സം ജസ്റ്റ് ഡെവലപ്ഡ് ദ ഗുഡ് സെൻസ് ഓഫ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഗ്രോ അപ്പ്.
ചില ആളുകൾ ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഗ്രൂ അപ്പ്, അവർ പുറത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് അവർ നല്ല വളർന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ദിസ് വേർ ദ വൺസ് ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് അതും മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത്. ഐ ഷുഡ് ഐ വാസ് ഇൻ മേക്കിംഗ് എനി ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് പുതിയ കൂട്ടുകാരുണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. സോ മോർ ആൻഡ് മോർ ഐ ഫൗണ്ട് മൈസെൽഫ് എ ലോണർ. അങ്ങനെ കൂടുതൽ കൂടുതൽ ഞാൻ ഏകാഗിയായി മാറി. ഇൻ ദ മിഡ് 70s, ഏകദേശം 70കളുടെ മധ്യത്തിൽ, ഐ വാസ് ഹയർഡ് ബൈ ദ സ്റ്റീൽ ഇൻഡസ്ട്രി. ഒരു സ്റ്റീൽ കമ്പനിയിൽ എന്നെ ജോലിക്ക് എടുത്തു. എ യൂണിയൻ ജോബ് അറ്റ് ഗുഡ് പേ. അതൊരു യൂണിയൻ ജോലിയായിരുന്നു, നല്ല പണവും സമ്പാദിക്കാമായിരുന്നു. സൂൺ ഐ ബിഡ് ടു എ ക്രാഫ്റ്റ് ജോബ്. പിന്നീട് അത് ഒരു ക്രാഫ്റ്റ് ജോബിലേക്ക് മാറി. ആൻഡ് സ്റ്റാർട്ടഡ് ലേണിംഗ് ദ ഇലക്ട്രിക്കൽ ട്രേഡ്. ഞാൻ അവിടെ ഇലക്ട്രിക്കൽ ട്രേഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു. ദ വർക്ക് വാസ് ഹോട്ട്. അത് ജോലി വളരെ ചൂടുള്ളതായിരുന്നു. വളരെ ഡയർട്ടി ആയിരുന്നു, വൃത്തിഹീനമായിരുന്നു, ആൻഡ് ഡേഞ്ചറസ്. അതുമാത്രമല്ല, അപകടവും ഉണ്ടായിരുന്നു. എവരി വൺ വർക്ക്ഡ് സിംഗ് ഷിഫ്റ്റ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് മൈ ടേൺ ഐ ഫെൽറ്റ് ആസ് ഇഫ് ഐ ഹാഡ് സർവൈവ്ഡ് ഓൺ ആൻ ഓർഡീൽ. എല്ലാവരും ഈ പറയുന്ന ഷിഫ്റ്റുകളിൽ ചുറ്റി കറങ്ങിക്കൊണ്ട് നടന്നു. പക്ഷെ എൻ്റെ സമയം വരുമ്പോൾ ഞാനത് ജീവിച്ചിരുന്നത് ഭാഗ്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓവർ ഡീലായിട്ട്, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിൽ. ദ ഫസ്റ്റ് സ്റ്റോപ്പ്, ആദ്യത്തെ ഫസ്റ്റ് ഓഫ് വാസ് ദ ടാവേൺ ഓൺ ടോപ്പ് ഓഫ് ദ ഹിൽ. അതായത് അടുത്തുള്ള ഒരു ബാറിലായിരുന്നു ജോലി കഴിയുമ്പോൾ എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ്. മെനി ടൈംസ് ദിയർ വാസ് നോ സെക്കൻഡ് സ്റ്റോപ്പ്. കാരണം അവിടെ ഇരുന്ന് തന്നെ കുടിച്ചു തന്നെ നേരം വെളുപ്പിക്കും. പലപ്പോഴും രണ്ടാമത്തെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാതെയാവും. ലിക്വർ വാസ് നോട്ട് ദ ഓൺലി റീക്രിയേഷണൽ സബ്സ്റ്റൻസസ് അവൈലബിൾ ദെയർ. അതായത് മദ്യം ഒരു കുടിച്ച് ഉല്ലസിക്കലെന്ന്, അല്ലെങ്കിൽ ഉല്ലസിക്കാനുള്ള ഒരു വസ്തു അല്ലാതായി മാറിയിരിക്കുന്നു. ആൻഡ് ഐ വാസ് നോ സ്ട്രേഞ്ചർ ടു എനി ഓഫ് ദം. അവിടെയുള്ള ആളുകൾക്കെല്ലാം എന്നെ മനസ്സിലായി തുടങ്ങി, കാരണം അവർക്ക് ഒരിക്കലും ഞാനൊരു അപരിചിതനല്ലായിരുന്നു. ദിസ് വാസ് ദെയർ വേർ ഐ ഗോട്ട് മൈ ഫസ്റ്റ് ബാർ ടാബ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ആദ്യത്തെ ബാർ ടാബ് കിട്ടുന്നത്. സോ നോ മാറ്റർ ഹൗ ബ്രോക്ക് ഐ വാസ്, എത്രമാത്രം തകർന്ന് അപ്പോൾ ഞാൻ പോയാലും, ഐ കുഡ് ഓൾവേസ് സ്റ്റോപ്പ് ഇൻ ഫോർ ഡ്രിങ്ക്സ് ആഫ്റ്റർ വർക്ക്. ഞാൻ എത്ര തകർന്നു പോയാലും, അല്ലെങ്കിൽ എനിക്ക് എത്രമാത്രം എൻ്റെ കയ്യിൽ പണം ഇല്ലെങ്കിലും, ഞാൻ ആ ബാറിൽ എപ്പോഴും സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. വൈൽ ദ ഗേസ് അറൌണ്ട് മീ, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ വേർ ബൈയിങ് ഹോംസ്, അവർ വീടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. റേസിംഗ് ഫാമിലീസ്, അവരവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നുണ്ട്. ആൻഡ് അതർവൈസ് ലിവിങ് റെസ്പോൺസിബിലി, അവരുടെ ജീവിതത്തെ ഉത്തരവാദിത്തത്തോടുകൂടി കാണുന്നുണ്ട്. ഐ വാസ് ഓൾറെഡി ഹാവിങ് ട്രബിൾസ് കീപ്പിംഗ് മൈ യൂട്ടിലിറ്റീസ് ആൻഡ് മൈ കാർ റണ്ണിങ്. എൻ്റെ ഈ പറയുന്ന യൂട്ടിലിറ്റീസ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെയോ ഗ്യാസിൻ്റെയോ പണം പോലും അടയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കാറൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. ഐ സോ ടു ഇറ്റ് ദാറ്റ് ഐ പെയ്ഡ് മൈ ബാർ ടാബ് ഹവർ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ ബാറിലുള്ള പണം എങ്ങനെയോ എനിക്ക് അടയ്ക്കാൻ കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും അങ്ങനെ അടയ്ക്കാൻ കഴിഞ്ഞിരുന്നു. മൈ ലൈഫ് ബിക്കം ദ പെർസ്യൂട്ട് ഓഫ് ഇൻടോക്സിക്കേഷൻ. ഞാനൊരു ഇൻടോക്സിക്കേഷൻ ഇതിലായി. ആഫ്റ്റർ എ ഫ്യൂ ഡ്രിങ്ക്സ്, കുറച്ച് മദ്യം കഴിച്ചും, ഐ ഫെൽറ്റ് മോർ നോർമൽ ആൻഡ് ഇൻ കൺട്രോൾ. ഞാൻ ഈ മദ്യം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ കൂടുതൽ സാധാരണമായി പ്രവർത്തിക്കുന്നത് പോലെയും എനിക്ക് നിയന്ത്രണമുള്ളത് പോലെയും തോന്നി. ഐ ചേഞ്ച് ഫ്രം എ രഹസ്യമായ ഫാർട്ടീവ് ലോണർ, ഒരു ഗൂഢ രഹസ്യം പോലെയുള്ള എൻ്റെ ഏകാന്തത, ഇൻടു എ പാർട്ടി അനിമൽ. അത് എനിക്കൊരു പാർട്ടി അനിമലായി, പാർട്ടി മൃഗമായി മാറി. മൈ ജോക്സ് വെയർ ഫണ്ണിയർ, എൻ്റെ തമാശകൾ കൂടുതൽ രസിപ്പിക്കുന്നതായി. ദ ഗേൾസ് വെയർ പ്രിറ്റിയർ, ഞാൻ കണ്ടുമുട്ടിയ പെൺകുട്ടികൾ വളരെ മനോഹരങ്ങളായി തോന്നി. എൻ്റെ ജോക്കുകൾ, തമാശകൾ വളരെ രസകരമായി തോന്നി. ഞാൻ കണ്ടുമുട്ടിയ പെൺകുട്ടികൾ വളരെ മനോഹരികളായി തോന്നി. ഐ ഷോട്ട് ബെറ്റർ പൂൾ, ഞാൻ പൂളിൽ നന്നായി കളിച്ചു. ആൻഡ് ദ ജൂക്ക് ബോക്സ് പ്ലേഡ് ബെറ്റർ ട്യൂൺസ്, ജൂക്ക് ബോക്സിൽ ഞാൻ നന്നായി കളിച്ചു. ഐ കുഡ് ടുക്ക് പീപ്പിൾ ഇൻ ദ ഐ ആൻഡ് മിങ്കിൾ വിത്ത് ദ ബെസ്റ്റ് ഓഫ് ദം, ഞാൻ ആളുകളുടെ കണ്ണുകളിൽ നോക്കി അവരിൽ നല്ല ആളുകളെ തെരഞ്ഞെടുത്തു. എവരി സോ ഓഫൺ ഐ ടുക്ക് വർക്ക് റിലേറ്റഡ് ടു കോളേജ് കോഴ്സസ്, എപ്പോഴും ഞാൻ ഈ ജോലി സംബന്ധമായ കോഴ്സിൽ എടുക്കുന്നുണ്ട്. സ്പെൻഡിങ് ടൈം വിത്ത് നോർമൽ പീപ്പിൾ, ഞാൻ സാധാരണ ആളുകളുടെ കൂടെ ജോലി സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഐ ബിഗാൻ ടു സീ ഹൗ വൈൽഡ് ഐ ഹാഡ് ബിക്കം, ഞാൻ അത്രമാത്രം ക്രൂരനാണ് എന്ന് തോന്നി തുടങ്ങി. മൈ ചെറിഷ്ഡ് ഇൻഡിവിജ്വലിസം, ഗോ ദെയർ ഗോ ദെയർ മൈ ചെറിഷ്ഡ് ഇൻഡിവിജ്വലിസം, അതായത് വ്യക്തി മഹാത്മ്യവാദം, വാസ് ടേണിംഗ് ഇൻ ടു ഐസൊലേഷൻ, ഞാൻ ഏകാധിപതിയായി മാറി. ഐ ഹാഡ് എ ഗ്രോയിങ് അൺഈസിനെസ് ദാറ്റ് ഐ വാസ് എ വിഷ്യസ് സൈക്കിൾ, ഞാൻ വളർന്നു വരുന്ന ഒരു അൺഈസിനെസ്, അതായത് എളുപ്പമല്ലാത്ത ഒരു രീതിയിലാണ് വളർന്നു വന്നത്. ഞാനൊരു ക്രൂരനായ, അല്ലെങ്കിൽ വിഷ്യസ് സൈക്കിളിലായി മാറി. ഐ ഹാഡ് നോ ഫ്രണ്ട്സ്, എനിക്ക് കൂട്ടുകാരുണ്ടായില്ല. ഓൺലി അക്വൈൻറ്റൻസസ്, എനിക്ക് പരിചയക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിസ് ഫാക്ട് വാസ് അണ്ടർസ്കോർഡ് ബൈ ദ ബുള്ളറ്റ് ഹോൾസ് ഇൻ മൈ കാർ. പലപ്പോഴും എൻ്റെ കാറിലെ ബുള്ളറ്റ്
ബുള്ളറ്റിന്റെ തുളകൾ ഉണ്ടാകാൻ തുടങ്ങി. കോർട്ടസി ഓഫ് വൺ അക്വൈൻറ്റൻസ്, അതായത് അത് എൻ്റെ ഒരു പരിചയക്കാരന്റെ സംഭാവനയാണ്. ഐ ഹാഡ് ഡബിൾ ക്രോസ്ഡ്, ഞാൻ പലപ്പോഴും ഡബിൾ ക്രോസ്ഡാണ്, അല്ലെങ്കിൽ ആത്മവഞ്ചന നടത്തുക അല്ലെങ്കിൽ ചതിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയ സമ്മാനമാണ് എൻ്റെ കാറിലെ ഒരു ഹോള്. മൈ ഓൺലി സെൻസ് ഓഫ് റിലീഫ് വാസ് ഇൻ ദ ബോട്ടിൽ. എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ കള്ളു കുടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുപ്പിയാണ്. ബട്ട് ഈവൻ ദാറ്റ് വാസ് ബിഗിനിങ് ടു ഫെയിൽ മീ. പക്ഷെ ഇപ്പോൾ അത് എന്നെ പരാജയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. മൈ ഡ്രീംസ് ഹാഡ് ലോങ് സിൻസ് ഫേഡഡ്. എൻ്റെ സ്വപ്നങ്ങൾ മങ്ങിപ്പോയിരിക്കുന്നു. മൈ ഡയറക്ഷൻ വാസ് അൺക്ലിയർ. എൻ്റെ മുന്നോട്ടുള്ള യാത്ര അത്ര ഉറപ്പാർന്നതല്ല. മൈ കോൺഫിഡൻസ് ലോസ്റ്റ്. എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദ ഡ്രിങ്കിങ് വുഡ് നോട്ട് റീസ്റ്റോർ ദം ആസ് ടു വൺസ് ഹാർഡ്. കുടി ഒരിക്കലും എന്നെ അതിൽ റീസ്റ്റോർ ചെയ്യാൻ എന്നെ സഹായിച്ചില്ല. പേഴ്സണൽ ഹൈജീൻ ബിക്കം ആൻ ആഫ്റ്റർ തോട്ട്. അതായത് വ്യക്തിപരമായ ഒരു ശുദ്ധി എന്ന് പറയുന്നത് ചിന്തയ്ക്ക് ഭാവനയ്ക്ക് അതീതമായി. ദെയർ വേർ ടൈം, അല്ലെങ്കിൽ ആഫ്റ്റർ തോട്ട്, ചിന്തിക്കുന്ന ഒരു കാര്യം മാത്രമായി, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു കാര്യം മാത്രമായി. ദെയർ വേർ ടൈംസ്, അവിടെ സമയങ്ങളുണ്ടായി വെൻ ഐ വുഡ് ട്രൈ ടു ലീവ് വിത്തൗട്ട് ഡ്രിങ്കിങ്. അവിടെ ചില സമയങ്ങളിൽ അവർക്ക് കുടിക്കാതിരുന്ന സമയമൊക്കെ എനിക്കുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നതായിരുന്നു. ഓഫൺ എൻഡിങ് അറ്റ് ദ മോസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ടൈംസ്. അത് മിക്കവാറും ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ടൈംസിലേക്ക് ആണ് അത് അവസാനിച്ചത്. അതായത് കുടിക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ കുടിക്കുന്ന രീതിയിലേക്ക് അതായി. ഐ ക്ലീൻഡ് അപ്പ് ഫോർ സ്പെഷ്യൽ ഒക്കേഷൻസ് സച്ച് ആസ് ഹോളിഡേയ്സ്. ഞാൻ എൻ്റെ വീട് ക്ലീൻ ആക്കിയിരുന്നത് അവധി ദിവസങ്ങളായിരുന്നു. ഫ്യൂണറൽ, അല്ലെങ്കിൽ സെമിത്തേരിയിൽ ശവടക്കിന് പോകുമ്പോൾ, ജോബ് ഇന്റർവ്യൂസ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കുള്ള ഇന്റർവ്യൂവിന് പോകും, അതിന്റെ കോർട്ട് ഡേറ്റ്സ്, ചില കോടതി ദിവസങ്ങളിൽ, only to fail in the final hour, snapping back to the bottle like a rubber band. അവസാന നിമിഷങ്ങളിലാണ് അവിടെ എത്തിച്ചേരുന്നത്. എപ്പോഴും എന്നെ ഒരു ബോട്ടിലുമായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെച്ചോണമല്ലേ ഞാൻ. പ്ലാനഡ് അബ്സിനൻസ് വാസ് എക്സ്ട്രീംലി സ്ട്രെസ്ഫുൾ. എപ്പോഴും കൂട്ടി നിർത്തുക അല്ലെങ്കിൽ കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മദ്യം പൂർണ്ണമായി സ്വന്തം ഇച്ഛയാൽ ഉപേക്ഷിക്കുക. പ്ലാനഡ് ആബ്സ്റ്റിനൻസ്, സ്വന്തം ഇച്ഛയാൽ, സ്വന്തം ഇഷ്ടപ്രകാരം കൂടി നിർത്തുക എന്ന് പറയുന്നത് വളരെയധികം സ്ട്രെസ്ഫുൾ ആയി. ദ ഡൗൺവാർഡ് സ്പൈറൽ ഓഫ് മൈ ലൈഫ് ബിഗാൻ മേക്കിംഗ് സ്മോളർ സർക്കിൾസ്. അങ്ങനെ എൻ്റെ ജീവിതത്തിന് ചുറ്റും ചെറിയൊരു വളയം മാത്രമായി. മൈ ഡ്രൈവിംഗ് റെക്കോർഡ് ഇൻക്ലൂഡ് മെനി ആക്സിഡൻസ്. എൻ്റെ ഡ്രൈവിംഗ് റെക്കോർഡിൽ ഒരുപാട് അപകടങ്ങൾ വന്നു. ആൻഡ് ടിക്കറ്റ് ലിസ്റ്റ് ആൻഡ് വുഡ് റൈസ് എ പോലീസ്മാൻ ഐബ്രോ. എനിക്ക് ധാരാളം ടിക്കറ്റുകൾ കിട്ടി. പലപ്പോഴും പോലീസുകാർ കാണുമ്പോൾ തന്നെ അവരുടെ ഐബ്രോ എന്ന് വെച്ചാൽ കണ്ണ് മിഴിച്ചു നോക്കി അതിനേക്ക്. ആൻഡ് ഐ ക്യാരിഡ് ഇൻഷുറൻസ്. ഞാൻ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഇറ്റ് വാസ് ഹൈ റിസ്ക്. പക്ഷെ ഇതൊരു വലിയ അപകടത്തിലായി. ഐ ഗ്രൂ സ്നീക്കർ ആൻഡ് ലെസ് ഔട്ട്വാർഡ്ലി ഡിഫൈൻഡ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഗ്രൂ സ്നീക്കിയർ ആൻഡ് ലെസ് ഔട്ട്വാർഡ്ലി ഡിഫൈൻഡ് ഡെസ്പൈറ്റ് ബ്രേക്കിംഗ് ലോസ് റുട്ടീൻലി ഫോർ ഇയേഴ്സ്. അങ്ങനെ ഞാൻ വളരെയധികം നുഴഞ്ഞു കയറുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ എപ്പോഴും നിയമം തകർക്കാൻ കഴിയുന്ന ഒരാളായി മാറി വർഷങ്ങളോളം. ഐ സ്റ്റേഡ് ഔട്ട് ഓഫ് ബിഗ് ട്രബിൾസ് ഫോർ ദ മോസ്റ്റ് പാർട്ട്. പക്ഷെ ഇങ്ങനെ നിയമങ്ങളൊക്കെ മാറ്റുമ്പോഴും ഞാൻ പലപ്പോഴും ഇത്തരമുള്ള വലിയ വലിയ ബിഗ് ട്രബിൾസിൽ നിന്ന് ഞാനും ഒഴിവായി നിന്നു. എ ഫ്യൂ ടൈംസ്, കുറച്ച് സമയം, ദേ ഓൾമോസ്റ്റ് ഹാർഡ് മീ. മിക്ക സമയങ്ങളും അവരെന്നെ പിടിച്ചു, പോലീസുകാരെ. ബട്ട് ഐ മാനേജ് ടു സ്കാം ഓൺ ടെക്നിക്കലിറ്റീസ്. ഞാൻ അവരെ പല ടെക്നിക്കാലിറ്റീസും പറഞ്ഞ് അവരെ സ്കാം ചെയ്യും. ഓർ ഐ ഗോട്ട് അറ്റ് അനദർ ബ്രേക്ക്, അല്ലെങ്കിൽ മിക്കവാറും എനിക്ക് വേറൊരു ഇടവേള കിട്ടും. ഫൈനലി ഐ ഇൻഡസ് ക്രിയേഷൻസ് കമ്മിറ്റഡ് ഇയേഴ്സ് earlier came back to haunt me. അങ്ങനെ അവസാനം എന്നെ വർഷങ്ങളുടെ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയും മൂർച്ചയില്ലാത്ത ഈ കാര്യങ്ങളെല്ലാം എന്നെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഐ വാസ് അബൌട്ട് ടു ഹാവ് എ ഫോഴ്സ്ഡ് എൻകൗണ്ടർ വിത്ത് ദ ഫെഡറൽ ജുഡീഷ്യൽ സിസ്റ്റം. അതായത് ഞാൻ വളരെ ബോധപൂർവമായിട്ട് ഫെഡറൽ ജുഡീഷ്യൽ സിസ്റ്റത്തെ എതിർക്കുന്നതായി മാറി. ഐ ബിഗാൻ ടു ഫീൽ ലൈക്ക് എ ക്ലോൺ ജംഗിൾസ്. ഞാനൊരു കോമാളിയായി, ജാലവിദ്യയൊക്കെ കാണിക്കുന്ന കോമാളിയായി മാറി. ടു മെനി ബോൾസ്, അതായത് ആകാശത്തേക്ക് കുറേ ബോളുകൾ ഇങ്ങനെ എറിഞ്ഞ് ജാലവിദ്യ കാണിക്കുന്ന കോമാളിയെ പോലെ. ഈച്ച് ബോൾ റെപ്രസെന്റഡ് എ പ്രോബ്ലം. ഓരോ ബോളുകളും ഓരോ പ്രശ്നങ്ങളത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഐ വാസ് കീപ്പിംഗ് അപ്പ് ഇൻ ദ എയർ. അത് ഞാനിങ്ങനെ എയറിൽ എറിഞ്ഞ് കളിക്കുകയാണ്. മൈ ആംസ് വേർ വേറി
ആൻഡ് ഐ ന്യൂ ഐ കുഡന്റ് കീപ്പ് ഓൺ മച്ച് ലോങ്ങർ. അതായത് എൻ്റെ കൈ നിറയെ ബോളുകളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഐ വാസ് നോട്ട് അബൌട്ട് ടു ഗിവ് അപ്പ്. പക്ഷെ ഞാൻ മുന്നോട്ട് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മൈ പ്രൈഡ് ആൻഡ് ഈഗോ വുഡൻ ലെറ്റ് മീ. എൻ്റെ ആത്മാഭിമാനവും എൻ്റെ അഹങ്കാരവും അത് എന്നെ സമ്മതിച്ചില്ല. ബോസസ്, എൻ്റെ മുതലാളിമാർ, ജഡ്ജിമാർ, കോവർക്കേഴ്സ്, എൻ്റെ സഹപ്രവർത്തകർ, ലോയേഴ്സ്, വക്കീലന്മാർ, കാർ നോട്ട്സ്, എൻ്റെ കാറിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പല ഫൈനൊക്കെ അടയ്ക്കാനുള്ളതിനാണ് കാർ നോട്ട്സ് എന്ന് പറയുന്നത്. ബാർ ടാപ്സ് അല്ലെങ്കിൽ ബാറിലെ ബില്ലുകൾ. ബാർ ടാപ്സ് എന്ന് പറഞ്ഞാൽ ഈ മെഷീനിൽ അവർ ബില്ല് കാണിക്കും, അതിനാണ് ബാർ ടാപ്സ് എന്ന് പറഞ്ഞത്. ലോൺ ഷാർക്സ് അല്ലെങ്കിൽ ഈ ഷാർക്സ് എന്ന് വെച്ചാൽ വായ്പ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കേണ്ടി വരുമ്പോൾ കണ്ടുപിടിക്കുന്ന ആളുകളെ ലോൺ ഷാർക്സ് എന്നാണ് അവരെ വിളിക്കുക. യൂട്ടിലിറ്റി പേയ്മെന്റ്സ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് ഇലക്ട്രിസിറ്റി, നമ്മുടെ വെള്ളം, ഇതിനൊക്കെയാണ് യൂട്ടിലിറ്റി. വെള്ളം, ഗ്യാസ് എന്ന് വെച്ചാൽ ഗ്യാസ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ബില്ല്, അങ്ങനത്തെ എല്ലാ യൂട്ടിലിറ്റി പേയ്മെന്റ്സും. ലാൻഡ് ലോഡ്സ്, എൻ്റെ കെട്ടിടത്തിന്റെ മുതലാളിമാർ. മൈ ഗേൾ ഫ്രണ്ട്, എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി. പീപ്പിൾ, ആളുകൾ. ഐ ഹാഡ് ഡബിൾ ക്രോസ്ഡ്, എല്ലാവരെയും ഞാൻ ചതിച്ചു, വഞ്ചിച്ചു, അല്ലെങ്കിൽ വിശ്വാസരഹിതമായി പെരുമാറി. ഡബിൾ ക്രോസ് എന്ന് വെച്ചാൽ വിശ്വാസരഹിതമായി പെരുമാറി. ഐ ലുക്ക്ഡ് അറ്റ് ഓൾ ദിസ് ആസ് ദ സോഴ്സ് ഓഫ് മൈ പ്രോബ്ലംസ്. ഞാൻ എൻ്റെ ഇതെല്ലാമാണ്, ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ബോസസ് മുതല് ജഡ്ജിമാര്, കോവർക്കേഴ്സ്, സഹപ്രവർത്തകര്, വക്കീലന്മാര്, കാർ നോട്ട്സുകൾ, ബാർ ടാപ്സുകൾ, ലോൺ ഷാർക്സ്, യൂട്ടിലിറ്റി പേയ്മെന്റ്സ്, ലാൻഡ് ലോഡ്സ്, ഗേൾ ഫ്രണ്ട്സ്, പീപ്പിൾ, ഇവരൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. വൈൽ ഓവർലുക്കിംഗ് ദ മോസ്റ്റ് ബേസിക് പ്രോബ്ലം. പക്ഷെ ഞാൻ ഇതിനെ മൊത്തത്തിലുള്ള പ്രശ്നത്തിലേക്ക്, മൈ ഡ്രിങ്കിങ് ആൻഡ് മൈസെൽഫ്, എൻ്റെ കുടിയിലേക്കും എന്നിലേക്കും ഞാൻ തിരിഞ്ഞു നോക്കി. ഐ ഹാഡ് നോൺ ഫോർ എ ലോങ് ടൈം. എനിക്കറിയാം, കുറെ കാലമായി എനിക്കറിയാം. ദാറ്റ് ഐ ഡെസ്പറേറ്റ്ലി വാണ്ടഡ് ഓഫ് ദിസ് മെരി ഗോ റൗണ്ട്. എനിക്ക് ഈ മെരി ഗോ റൗണ്ട് കുറെ കാലമായി പോകേണ്ടതുണ്ട്. മെരി ഗോ റൗണ്ട് കുറെ കാലമായി പോകണം. മെരി ഗോ റൗണ്ട് എന്ന് വെച്ചാല് വീണ്ടും വീണ്ടും കുടിച്ചു കൂത്താടുന്ന ഈ കാലമേ വിളിക്കുന്ന മോശം പ്രോബ്ലം. I had known for a long time that desperately wanted to observe the merry-go-round, but I had no idea how to do it. ഇങ്ങനെ നിരാശാജനകമായിട്ടുള്ള ഈ കുടിച്ചു കൂത്താടലിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക എന്ന്. ഒരാശ. ദ ജഡ്ജ് ഹാഡ് നോ ട്രബിൾ കമ്മിങ് ഹോം വിത്ത് എ ഫ്യൂ ഐഡിയാസ്. ജഡ്ജിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല, കുറച്ച് ആശയങ്ങളായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. ഹൗവർ, എന്നിരുന്നാലും ഐ ഗോട്ട് ഹൗസ് അറസ്റ്റ്. എനിക്ക് വീട്ടിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. വിത്ത് ഇലക്ട്രോണിക് മോണിറ്ററിങ്. എന്നെ ഒരു ഇലക്ട്രോണിക് ഉപകരണം വെച്ച് അവർ മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ നിരീക്ഷിക്കും. ആൻഡ് സ്ട്രിക്ട്ലി സൂപ്പർവൈസ്ഡ് പ്രൊബേഷൻ വിത്ത് റാൻഡം യൂറിനാലിസിസ് ഫോർ ഓപ്പണേഴ്സ്. അതായത് അവരെന്നെ പ്രൊബേഷന് വിട്ടു. പ്രൊബേഷൻ ഓഫീസർ എന്നെ വളരെ ശക്തമായിട്ട് സൂപ്പർവൈസ് ചെയ്യും. എനിക്ക് എൻ്റെ മൂത്രമൊക്കെ എപ്പോഴും പരിശോധിക്കും. 5 years ഇൻ ദ പെൻഷൻ. അതിനുശേഷമാണ് അവരെന്നെ 5 വർഷത്തേക്ക് കാരാഗ്രഹത്തിൽ, അല്ലെങ്കിൽ ജയിലിന്റെ തടവറയിൽ ഞാൻ കഴിഞ്ഞു. വെയിറ്റഡ് ആഫ്റ്റർ ദാറ്റ്. അതായത് ഈ തരത്തിലുള്ള കാരാഗ്രഹ വീട്ട് ഹൗസ് അറസ്റ്റ്, അല്ലെങ്കിൽ വീട്ടു ജയിലിൽ കഴിഞ്ഞ് ഞാൻ വീട്ടിലെ അറസ്റ്റിന് ശേഷം 5 വർഷം ജയിലിൽ പോയി. ഐ സ്റ്റിൽ പേഡ് ദ ആംഗിൾസ്. വീണ്ടും ഞാൻ ഇതിനെയൊക്കെ നേരിടാൻ, അല്ലെങ്കിൽ നേരിടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആൻഡിൽ ഇറ്റ് ബിക്കം ക്ലിയർ ടു ദ അതോറിറ്റീസ് ദാറ്റ് ഐ കുഡ് നോട്ട് ലീവ് അപ്പ് ടു ദ കണ്ടീഷൻ ഓഫ് മൈ പ്രൊഫഷൻ. പലപ്പോഴും അതോറിറ്റീസ്, അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ പ്രൊബേഷൻ കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലല്ല എന്ന്. ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ വാട്ട് ദ കോൺസിക്വൻസസ്. അതായത് പ്രൊബേഷൻ തെറ്റിച്ചാലുള്ള അനന്തരഫലം, അല്ലെങ്കിൽ പരിണതഫലം എന്തൊക്കെ തന്നെയായാലും ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. ഐ കുഡ് നോട്ട് ഡ്രിങ്ക്. ഞാനും ചില സമയങ്ങൾ കുഡ് നോട്ട് ഡ്രിങ്ക് ആൻഡ് ഐ ഗിവ് അപ്പ് ട്രെയിൻ. എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയില്ല, പക്ഷെ ഞാൻ പലപ്പോഴും പരിശ്രമിച്ചു. വെൻ ദ കോർട്ട് ഇവഞ്ച്വലി കോൾഡ് മീ ഇൻ ഫോർ മൈ വയലേഷൻ. പലപ്പോഴും കോടതി എന്നെ തിരിച്ചു വിളിച്ചു എന്റെ നിയമലംഘനത്തിനായി. ദ ഗേവ് മീ 2 choices. എനിക്ക് 2 കാര്യങ്ങൾ നൽകി. ഗെറ്റ് ഹെൽപ്പ് ഓർ ഗോ ടു ജയിൽ. ഒന്നില്ലെങ്കിൽ സഹായം മേടിക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക. ആഫ്റ്റർ കെയർഫുൾ തോട്ട് ഐ ചൂസ് ദ ഫസ്റ്റ്. ഞാൻ വളരെയധികം ശ്രദ്ധാപൂർവ്വം ചിന്തിച്ചതിന് ശേഷം ഞാൻ ആദ്യത്തെ കാര്യം ചൂസ് ചെയ്തു. നൗ ഏതർ ദേ വേർ ഗോയിങ് ടു സെൻഡ് മീ സം പ്ലേസ്. അതായത് നൗ, ഇപ്പോൾ, ഏതർ ദേ വേർ ഗോയിങ് ടു സെൻഡ് മീ സം പ്ലേസ്, എന്നെ അവര് ചില സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. ഓർ ഐ കുഡ് സെൻഡ് മൈസെൽഫ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഐ ചൂസ് ദ സെക്കൻഡ്. ഞാൻ രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുത്തു. ആൻഡ് ദേ ഗേവ് മീ എ വീക്ക് ടു മേക്ക് അറേഞ്ച്മെന്റ്സ്. ഒരാഴ്ച സമയം തന്നു എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ. പ്രൊക്കാസ്റ്റിനേറ്റിംഗ്, താമസിക്കൽ അല്ലെങ്കിൽ മാറ്റിവെക്കൽ. ടു ദി എൻഡ് ടുക്ക് മീ 3
ഇപ്പൊ അത് എന്റെ പല തീരുമാനങ്ങളും മാറ്റിവെക്കലും താമസിക്കലും ഒക്കെ മാറി. ടു ദി എൻഡ് അവസാനിച്ചു. ടുക്ക് മി ത്രീ ദിസ് ഈസ് വെൻ വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി ഡെസ്പറേറ്റ് ആശയറ്റ കോർണേഡ് അവസാനം അല്ലെങ്കിൽ മൂല കാണുക, അല്ലെങ്കിൽ നിരാശ ആശയറ്റ അതിന്റെ മൂല ഞാൻ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം തീർന്നിരിക്കുന്നു. ആൻഡ് അറ്റ് മൈ ലോവസ്റ്റ് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഞാൻ പോയിരിക്കുന്നു. ഐ സെഡ് ദ ഓൺലി പ്രയർ ഐ സ്റ്റിൽ നോ. ഞാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന, എനിക്കറിയാവുന്ന ഒരു പ്രാർത്ഥന ഇതാണ്: ഗോഡ് ഹെൽപ്പ് മീ, ദൈവമേ എന്നെ സഹായിക്കൂ. ഇഫ് യു ഗെറ്റ് മീ ഔട്ട് ഓഫ് ദിസ് വൺ, എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് മാറ്റി, ഐ വിൽ നെവർ ഡു ഇറ്റ് അഗൈൻ. ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല. മൈ ലൈഫ് വാസ് ഫൈനലി ഔട്ട് ഓഫ് മൈ കൺട്രോൾ. ജീവിതം അവസാനം എന്നെ നിയന്ത്രണത്തിന് അതീതമായി. നോ ലോങ്ങർ ദ പാർട്ടി അനിമൽ. ഇപ്പോൾ ഞാൻ ഒരു പാർട്ടി അനിമൽ അല്ല. ഐ വാസ് ബ്രോക്ക് ആൻഡ് മൈ റെന്റ് വാസ് ഓവർ ഡ്യൂ. ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്റെ വാടക അടയ്ക്കാൻ പോലും സാധിക്കാതെ, അല്ലെങ്കിൽ അടയ്ക്കാൻ സാധിക്കാതിരിക്കുന്നു. ഐ ഹാഡ് ഡയർട്ടി ഡിഷസ് പൈൽഡ് ഇൻ ദ സിങ്ക്. എന്റെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള എന്റെ പാത്രങ്ങൾ എന്റെ സിങ്കിൽ നിറഞ്ഞു കവിയാൻ തുടങ്ങി. മോൾഡി പോട്ട്സ് ഓഫ് ദ സ്റ്റൗവിന്റെ മുകളിൽ വളരെ മോൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ച ഭക്ഷണ പദാർത്ഥത്തോടുകൂടി പോട്ട്സുകൾ ഇരിക്കാൻ, അല്ലെങ്കിൽ പാത്രങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബാഗ്സ് ഓഫ് ഗാർബേജ് ആൻഡ് ബോട്ടിൽസ് വെർ ലൈൻഡ് അപ്പ്. ഒരുപാട് ഗാർബേജ് ബാഗുകളും കുപ്പികളും നിരന്നിരിക്കുന്നു. ബൈ ദ ഡോർ ആൻഡ് ദ ടോയ്ലറ്റ് ഹാർഡ് സ്റ്റോപ്പ്. ഡോറിന്റെ അടുത്ത്, പിന്നെ ടോയ്ലറ്റ് ഹാർഡ് സ്റ്റോപ്ഡ്. പൈൽസ് ഓഫ് സ്റ്റോളൻ ജങ്ക്സ് വെയർ സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ. പലപ്പോഴും ഞാൻ കട്ടെടുത്തിരുന്ന പല ജങ്കുകളും തറയിൽ ഇരിപ്പുണ്ട്. ഐ ഹാഡ് ബീൻ വെയറിംഗ് മൈ ക്ലോത്ത്സ് മച്ച് ടു ലോങ്. ഞാൻ പല വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നത് ഒരുപാട് ദീർഘനാളായിട്ടാണ്. ആൻഡ് എക്സെപ്റ്റ് ഫോർ എ ബോക്സ് ഓഫ് മക്രോണി ആൻഡ് ചീസ് ഓർ എ പോട്ട് പൈ, ഐ വാസ് നോട്ട് ഈറ്റിംഗ്. അതായത് ഒരു പാക്കറ്റ് മക്രോണി ഉണ്ട്, ചീസും ഉണ്ട്, എൻ്റെ ഒരു പോട്ട് പൈയും ഉണ്ട്. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. വെൻ എ നോക്ക് കെയിം അറ്റ് ദ ഡോർ ഒരു ഡോറിൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഐ വുഡ് റൺ ഇൻ ടു ദ ബാത്റൂം ആൻഡ് പീപ്പ് ഔട്ട് ദ വിൻഡോ ടു സീ ഹു ഹാസ് കമ്മിങ് ടു ഗെറ്റ് മീ. ഞാനിങ്ങനെ ഡോറിൽ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് ഓടി കയറും. എന്നിട്ട് അവിടുത്തെ ജനലിൽ പടച്ച് കയറി നോക്കിക്കൊണ്ടിരിക്കും, ആരാണ് എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നത്. നോട്ട് ഡ്രിങ്കിങ് വാസ് ഇൻ ആൻ ഓപ്ഷൻ. കുടി ഇപ്പോൾ എനിക്കൊരു ഓപ്ഷൻ അല്ലാതെ ഇരിക്കുന്നു. ബട്ട് ഡ്രിങ്കിങ് ഡിഡ്ന്റ് ഹെൽപ്പ്. ഓപ്ഷൻ, അല്ലെങ്കിൽ കുടി ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും എനിക്ക് കുടിക്കാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കുടി എന്നെ ഒരു രീതിയിലും സഹായിക്കുന്നില്ല. സച്ച് വാസ് മൈ കണ്ടീഷൻ. അതായിരുന്നു എൻ്റെ അവസ്ഥ. ആസ് ഐ ലെഫ്റ്റ് ദ ഹൗസ് ടു ചെക്ക് മൈസെൽഫ് ഇൻ ടു ദ ഹോസ്പിറ്റൽ ഫോർ മൈ ഡേ ഓഫ് റെക്കോർഡിംഗ്. എനിക്ക് ഓർമ്മയുള്ളപ്പോഴൊക്കെ ഞാൻ ആശുപത്രിയിൽ പോയി എന്നെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കും. ഔട്ട് സൈഡ് ഓഫ് ബീങ് വെരി നെർവസ്. വളരെ നെർവസ് ആയിട്ടാണ് ഞാൻ പുറത്തു നിന്നത്. ഐ ഡോണ്ട് റിമെമ്പർ മച്ച് അബൌട്ട് അഡ്മിഷൻസ് ബിക്കോസ് ഐ വാസ് സോ ലോഡഡ് അറ്റ് ദ ടൈം. പലപ്പോഴും എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി ഞാൻ ഓർക്കുകയല്ലോ, കാരണം ഞാൻ അതുപോലെ കുടിച്ചു കൂത്താടിയാണ് ഞാൻ പോയിരിക്കുന്നത്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഐ ബിഗാൻ ടു ഫീൽ സേഫർ. ഇപ്പോൾ ഞാൻ അതായത് മദ്യപിക്കാതിരിക്കുന്ന കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ സുരക്ഷിതനായി തോന്നും. മൈ അപ്രഹെൻഷൻ സ്ലോലി ടേൺ ടു റിലീഫ്. എൻ്റെ ആ അപ്രഹെൻഷൻ എന്ന് പറയുന്ന കാര്യം ആശ്വാസമായി മാറും. മേ ബി ദേ കുഡ് ഹെൽപ്പ് മീ ആഫ്റ്റർ ഓൾ. ചിലപ്പോൾ എന്നെ സഹായിക്കും. ഐ ഹാഡ് നോ ഐഡിയ ഹൗ സിക്ക് ഐ വാസ് ടു ബിക്കം. എനിക്കറിയില്ല ഞാൻ എത്രമാത്രം അസുഖബാധിതനായി എന്ന്. ദ ഫസ്റ്റ് 5 ഓഫ് മൈ 17 ഡേയ്സ്, ആദ്യത്തെ 17 ദിവസത്തെ, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ 5 ദിവസം 17 ഡീറ്റോക്സ് വെയർ ഹെൽ. അതായത് ഞാൻ ഡീറ്റോക്സ് ചെയ്യണം, ആശുപത്രിയിൽ ഡീറ്റോക്സ് ചെയ്യാൻ പോയ 17 ദിവസത്തെ ആദ്യത്തെ 5 ദിവസം അതൊരു നരകമായിരുന്നു. ഐ കുഡ് ഡു ലിറ്റിൽ മോർ ദാൻ ലൈ ഇൻ ബെഡ്. എനിക്ക് ബെഡിൽ കിടക്കാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെ കിടക്കുക എന്നല്ലാതെ മറ്റൊന്നും, ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇറ്റ് ഹാഡ് ബീൻ ഇയേഴ്സ് സിൻസ് ഐ വാസ് ഓവർ ദാറ്റ് ലോങ്. അതായത് വർഷങ്ങളായിരിക്കുന്നു 5 ദിവസം സുബോധാവസ്ഥയിൽ കിട്ടിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് 5 ദിവസത്തെ സുബോധാവസ്ഥ കിട്ടിയിരിക്കുന്നത്. ആഫ്റ്റർ എ വീക്ക്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് എ ലിറ്റിൽ ബെറ്റർ. എനിക്ക് കുറച്ച് നന്നായി തോന്നി. ആൻഡ് ബിഗാൻ സർവൈവിങ് മൈ സറൗണ്ടിങ്. ഞാൻ എൻ്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് സർവൈവ് ചെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് മൈ ഓൺ കൗണ്ടർ ഇവാലുവേഷൻ. ഞാൻ എന്നെ തന്നെ പരിശോധിക്കാൻ തുടങ്ങി. ഐ ഫൗണ്ട് ദ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് ടു ബി നോളജബിൾ ആൻഡ് പ്രൊഫഷണൽ. ഞാൻ ഡോക്ടറുടെയും നേഴ്സിനോടും, അല്ലെങ്കിൽ അറിവുള്ളെന്ന് വിചാരിക്കുന്ന നേഴ്സുമാരും ഡോക്ടറിനോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകാൻ തുടങ്ങി. ബട്ട് ഐ സെൻസ്ഡ് ദാറ്റ് വൈൽ ദേ ന്യൂ മച്ച് അബൌട്ട് ആൽക്കഹോൾ. എനിക്കറിയാം അവരെക്കാളും കൂടുതൽ മദ്യാസക്തിയെക്കുറിച്ച്. ദേ ഹാഡ് ലേൺഡ് ഇറ്റ് ഇൻ ബുക്സ്. അവർ പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിച്ചതാണ്. ദേ ഹാഡ് നോട്ട് ലീവ്ഡ് ഇറ്റ്. അവർ മദ്യാസക്തിയിൽ ജീവിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് നീഡ് നോളജ്. എനിക്ക് പുസ്തകത്തിൽ നിന്നുള്ള അറിവ് ആവശ്യമില്ല. ഐ നീഡഡ് സൊല്യൂഷൻ. എനിക്ക് പരിഹാരമാണ് ആവശ്യം. നോ വൺ ബട്ട് ദ ഹോപ്പ്ലെസ് റിയലി ന്യൂ ദാറ്റ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ടു എക്സിസ്റ്റ് വിത്തൗട്ട് ഹോപ്പ്. അതായത് ഈ പ്രതീക്ഷാരഹിതമായി ജീവിച്ച ഒരാൾക്കല്ലാതെ പ്രതീക്ഷ വാട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ടു എക്സിസ്റ്റ് വിത്തൗട്ട് ഹോപ്പ്,
അതായത് പ്രതീക്ഷാരഹിതമായി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രതീക്ഷയെ കുറിച്ച് എന്തെങ്കിലും കാര്യത്തിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ദ സ്കെപ്റ്റിക് ഇൻ മീ കെയിം ഔട്ട്. എന്നിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. സെർച്ചിങ് ഫോർ എവരി ലൂപ്പ് ഹോൾ ആൻഡ് എക്സ്ക്യൂസ് ടു പിക്ക് തിങ്സ് അപ്പാർട്ട്. ഞാൻ എൻ്റെ ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കാണാൻ കഴിയുന്ന എല്ലാ ലൂപ്പ് ഹോൾസും ഞാൻ കണ്ടുപിടിച്ചു. ടു ഡൈവേർട്ട് അറ്റൻഷൻ ഫ്രം മൈ കണ്ടീഷൻ. എൻ്റെ കണ്ടീഷനിൽ ഡൈവേർട്ട് ചെയ്യാൻ. മൈ ഇനിഷ്യൽ ഒപ്റ്റിമിസം വാസ് ബിഗിനിങ് ടു വേവർ. വാസ് ദിസ് ഓൾ ദിസ് വാസ്. എൻ്റെ ഇനീഷ്യൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒപ്റ്റിമിസം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ശുഭപ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ശുഭാപ്തിയോടുകൂടി കഴിഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം എല്ലാം കാറ്റിൽ പറന്നു പോയിരിക്കുന്നു. ഇതാണോ സംഭവിച്ചിരിക്കുന്നത്? ഹൗവർ, എന്നിരുന്നാലും there was one man and the staff. ആ സ്റ്റാഫിലെ ഒരു മനുഷ്യൻ who seemed different. അവനൊരു വ്യത്യസ്തനായി എനിക്ക് അനുഭവപ്പെട്ടു. He seemed very comfortable and at ease. വളരെ ആയാസരഹിതമായി കംഫർട്ടബിൾ ആയ ഒരു മനുഷ്യൻ. വിത്ത് എ ബിറ്റ് ഓഫ് എ നോയിങ് സ്പാർക്കിൾ ഇൻ ഹിസ് ഐസ്. അവന്റെ കണ്ണുകളിൽ ഒരു തെളിച്ചമുണ്ടായിരുന്നു. ദിസ് ഗേ വാസ് ക്ലിയർലി നോട്ട് as stuffy at the rest and when he told me his story. ഈ മനുഷ്യൻ മറ്റ് സ്റ്റാഫുകളെ പോലെ ആയിരുന്നില്ല. അവൻ അവന്റെ കഥ എന്നോട് പറഞ്ഞു. ഐ വാസ് സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ഇറ്റ് വെരി സിമിലർ ടു മൈൻ. ഞാൻ അത്ഭുതപ്പെട്ടു ആ കഥ എന്നോട് തുലനം ചെയ്യുന്നത്. only his was no secret. അവന്റെ ഉള്ളിൽ ഒരു രഹസ്യവും ഉണ്ടായിരുന്നില്ല. ഹി മെൻഷൻഡ് ബീയിങ് എ മെമ്പർ ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. അവൻ സൂചിപ്പിച്ചു അവൻ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമാണ്. ഹൗ വുഡ് ഇറ്റ് ബി ദാറ്റ് ഹി ഒബ്സീവ്യസ്ലി ഹാഡ് ദ റെസ്പെക്ട് ഓഫ് ദ സ്റ്റാഫ് ആഫ്റ്റർ ഹാവിംഗ് lived in life of crime? How would it be that he obviously had the respect of the staff after having lived in a life of crime? ഇങ്ങനെ ജീവിതത്തിൽ ഈ ക്രിമിനൽ ആയിട്ട് ജീവിച്ചിരുന്ന ഇയാൾക്ക് എങ്ങനെയാണ് മറ്റ് സ്റ്റാഫുകളുടെ എല്ലാം ബഹുമാനം നേടാൻ കഴിഞ്ഞത്? ഹൗ കുഡ് ഇറ്റ് ബി ദാറ്റ് ഹി വാസ് എ ലോട്ട് ലൈക്ക് മീ ബട്ട് ഹാഡ് മേഡ് ഇറ്റ് ബാക്ക്? എന്നെ പോലെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ തിരിച്ചു വന്നത്? ഹിയർ വാസ് സമ്മൺ ഹു വാസ് സോബർ. ഇതാ ഒരാൾ സുബോധത്തിലിരിക്കുന്നു. ഏറ്റു കൂൾ, അത് എത്ര തണുപ്പനാണ്. ഹംബിൾ, എളിമയുള്ളവൻ. ഏറ്റു ഫെയിം ഇൻ ഹിസ് കൺവിക്ഷൻ. അവന്റെ കുറ്റങ്ങൾ തുറന്നു പറയുന്നു. സീരിയസ്, ഗൗരവമായത്. ബട്ട് നോട്ട് വിത്തൗട്ട് എ സെൻസ് ഓഫ് ഹ്യൂമർ. ഒരു സെൻസ് ഓഫ് ഹ്യൂമറോടുകൂടി, ബട്ട് നോട്ട് വിത്തൗട്ട് സെൻസ് ഓഫ് ഹ്യൂമർ. അതായത് വളരെ രസകരമായി അവൻ ഗൗരവമായ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു മനസ്സിലാക്കി. ദിസ് വാസ് വൺ. ഇയാളാണ് ആള്. ടു ഹും ഐ കുഡ് റിലേറ്റ് ആൻഡ് മേ ബി ഈവൻ ട്രസ്റ്റ്. ഇയാളോട് എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കും, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഹി മേ ഹാവ് സേവ്ഡ് മൈ ലൈഫ്. അവൻ എന്റെ ജീവിതം രക്ഷിക്കാൻ സാധിക്കും. ജസ്റ്റ് ബി ബീയിങ് there. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്റെ ജീവിതം രക്ഷിക്കാൻ സാധിക്കും. ആൻഡ് ടു ദിസ് ഡേ, ഈ ദിവസം, ഹി ഡസന്റ് ഈവൻ നോ ഇറ്റ്. ദിവസം അവന് അറിയില്ലെങ്കിലും എന്നെ അവന് രക്ഷിക്കാൻ സാധിക്കുമെന്ന് എന്നെ അവനെ രക്ഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ സാധിക്കും. ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്, പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ, ഐ വാസ് സ്റ്റിൽ നോട്ട് ടോക്കിംഗ് മച്ച്. ഞാൻ അധികം ആരോടും സംസാരിച്ചില്ല. ബട്ട് ഐ വാസ് ലിസണിങ് ആൻഡ് വാച്ചിങ്. ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തു. ഐ ലേൺഡ് മോർ അബൌട്ട് ഹൗ ആൽക്കഹോളിക്സ് അനോണിമസ് വർക്ക്സ് ആൻഡ് മെറ്റ് മോർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഞാൻ പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിൽ മറ്റംഗങ്ങൾ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് അവരിൽ ഇത് പ്രവർത്തിച്ചതെന്നും മറ്റുള്ളവരുടെ കഥകളിലൂടെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. I found that it was not something they left at the hospital as they went home. It was not something they left. ഇവിടെ വെച്ചിട്ട് പോകല്ലോ, പക്ഷെ അവർ ആശുപത്രിയിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി എന്തോ എടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ വേ ഓഫ് ലൈഫ്. അതിന്റെ പേര് അല്ലെങ്കിൽ അത് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ഐ ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് എ സ്പിരിച്വാലിറ്റി. ഇതൊരു ആത്മീയതയാണ്, നോട്ട് റിലീജിയൻ. ഇതൊരു മതമല്ല. ഐ സോ ദം എൻജോയിങ് ദം സെൽഫ്സ്. ഞാൻ കണ്ടു അവർ ആനന്ദിക്കുകയാണ്. ആൻഡ് ദേ ഓൾ അഗ്രീഡ് ഓൺ വൺ തിങ്. അവരെല്ലാവരും ഒരു കാര്യത്തിൽ സമ്മതിക്കുന്നുണ്ട്. ഇഫ് ഐ വാണ്ടഡ് ടു ചേഞ്ച് മൈ ലൈഫ്, എൻ്റെ ജീവിതം മാറ്റിമറിയണമെന്നുണ്ടെങ്കിൽ, ആസ് ദേ ഹാഡ് ചേഞ്ച്ഡ് ദെയർസ്, അവരെ പോലെ തന്നെ എൻ്റെ ജീവിതം മാറ്റിമറിയണമെങ്കിൽ എനിക്ക് സാധിക്കും. ആസ് ലോങ് ആസ് ഐ ബിക്കം വില്ലിംഗ് ടു ഡു വാട്ട് ദേ ഡിഡ്. അതായത് അവർ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതം തീർച്ചയായും മാറ്റിമറിക്കപ്പെടും. ഐ ബിക്കം ഫാസിനേറ്റഡ്. ഞാൻ എല്ലാവരെയും അത്ഭുതത്തോടെ കണ്ടു. ഹിയർ ഐ വാസ്. ഇതാ ഞാനിവിടെ. ദ സ്കും ഓഫ് ദ എർത്ത്. ഭൂമിയുടെ അറ്റത്ത്. ദേ കെയിം ടു മീ. അവർ എൻ്റെ അടുത്ത് വന്നില്ല. ആൻഡ് ഇൻവൈറ്റഡ് മീ ടു ജോയിൻ ദം. അവർ എൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരോടൊപ്പം ചേരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഐ സ്റ്റാർട്ടഡ് ടു ഫീൽ. ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ
I started to feel that if I was ever going to try something different, എനിക്കൊരിക്കലും മറ്റെന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. I had better do it now. മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് കുടി നിർത്തുന്നത് എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം തോന്നി, എനിക്ക് നല്ലത് ഇപ്പൊ തന്നെ തുടങ്ങുകയാണ്. ഇറ്റ് മൈറ്റ് ബി മൈ ലാസ്റ്റ് ചാൻസ്. ഒരു പക്ഷേ ഇതെന്റെ അവസാനത്തെ ചാൻസ് ആയിരിക്കാം. ആഫ്റ്റർ ഓൾ, എല്ലാത്തിനും ഉപരിയായി അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഐ സ്റ്റിൽ ഹാഡ് ടു ഡീൽ വിത്ത് ദ അതോറിറ്റീസ്. ഞാൻ എയിൽ വന്നാലും എനിക്ക് മറ്റേ അതോറിറ്റീസിന്റെ കേസുകളും ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വന്നു. ആൻഡ് ഐ ഹാഡ് നത്തിങ് ടു ലൂസ് ബൈ പ്ലേയിങ് അലോ. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല, അല്ലെങ്കിൽ കളിച്ചവസാനിപ്പിക്കാനില്ല. റീഡ് ദെയർ ബുക്ക്. ഞാൻ അതുകൊണ്ട് അവരുടെ ബുക്ക് വായിച്ചു. ഐ സ്റ്റാർട്ടഡ് ടു വർക്ക് ദെയർ സ്റ്റെപ്സ്. ഞാൻ അവരുടെ പടികൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് വിത്ത് ദ ഡോർ ക്ലോസ്ഡ് ആൻഡ് ദ ലൈറ്റ്സ് ഔട്ട്. ഡോറ് ക്ലോസ്ഡ് ആയി, ലൈറ്റ്സ് ഔട്ട്. ഐ ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ ഹെൽപ്പ് ഫ്രം എ ഹയർ പവർ. ഡോർ ക്ലോസ് ചെയ്തു, വെളിച്ചം നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഹയർ പവർ, ഉന്നത ശക്തിയോട് അവർ പറഞ്ഞ അല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്ത ഉന്നത ശക്തിയോട് ഞാൻ സഹായം ആവശ്യപ്പെട്ടു. ഐ ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ ഹെൽപ്പ് ഫ്രം എ ഹയർ പവർ ആസ് ദേ സജസ്റ്റഡ്. അവർ സജസ്റ്റ് ചെയ്ത ഹയർ പവർ, ഉന്നത ശക്തിയോട് ഞാൻ സഹായം ആവശ്യപ്പെട്ടു. ഫൈനലി, അവസാനം, ദേ ഹൈലി റെക്കമെൻഡഡ്, അവരിങ്ങനെ എന്നോട് റെക്കമെൻഡ് ചെയ്തു ദാറ്റ് ഐ അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. ഐ അറ്റൻഡ് ദെയർ മീറ്റിംഗ്സ്. അവരുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ദ ഫസ്റ്റ് നൈറ്റ് ഔട്ട്. അതായത് എപ്പോഴാണോ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ രാത്രി തന്നെ അവരുടെ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് അവർ ഹൈലി റെക്കമെൻഡഡ്, വളരെ ഉന്നതമായി അവരെന്നെ റെക്കമെൻഡ് ചെയ്തു. ഐ വാക്ക്ഡ് ഔട്ട് ഓഫ് ദെയർ ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ. ഞാൻ അവിടെ ഒരു സൂര്യപ്രകാശം നിറഞ്ഞ ഉച്ചതിരിഞ്ഞ് അല്ലെങ്കിൽ നല്ല വെയിലുള്ള ഒരു ഉച്ച കഴിഞ്ഞ് ഞാൻ അവരുടെ മീറ്റിംഗിലേക്ക് നടന്നു. ഐ ഇന്റൻഡഡ് ടു ഗോ ടു എ മീറ്റിംഗ് ദാറ്റ് നൈറ്റ്. എന്റെ പദ്ധതി എന്നാണ്, ആ രാത്രി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കണം. ബട്ട് ഐ ഓൾസോ ഹാഡ് $10 ഇൻ മൈ പോക്കറ്റ്. എന്റെ പോക്കറ്റിലാണെങ്കിൽ $10 ഉണ്ട്. ആൻഡ് ഐ റീസൺ ടു സെലിബ്രേറ്റ്. അത് മതി എനിക്ക് ആഘോഷിക്കാൻ. ഐ വാസ് സോബർ ഫോർ 22 days. ഇപ്പോൾ ഞാൻ 22 ദിവസം സുബോധാവസ്ഥയാണ്. ആൻഡ് ഐ വാസ് ഫീലിംഗ് പ്രിറ്റി ഗുഡ്. എന്റെ മനസ്സിൽ എനിക്ക് നല്ലതുപോലെ തോന്നി. അബൌട്ട് മൈസെൽഫ്, എന്നോട് തന്നെ. സൂൺ മൈ ഓൾഡ് ഇൻസ്റ്റിങ്സ് ബിഗാൻ ടു ടേക്ക് ഓവർ. എൻ്റെ പഴയ ഇൻസ്റ്റിങ്സുകൾ കടന്നു വരാൻ തുടങ്ങി. സണ്ണിയുടെ നല്ല വെയിലുള്ള സമയം. $10, $10 എൻ്റെ പോക്കറ്റിലുണ്ട്. സെലിബ്രേഷൻ, ആഘോഷം, ഫീലിംഗ് ഗുഡ്, നന്നായി നല്ലപോലെ കരുതുന്നു. ബിഫോർ ഐ ന്യൂ ഇറ്റ്, എനിക്ക് ഇത് മുൻകൂട്ടി കണ്ടോളൂ. ഐ വാസ് വാക്കിംഗ് ഇൻ ടു ദ ബാക്ക് ഡോർ വൺ ഓഫ് മൈ ഓൾഡ് വാട്ടറി ഹോൾസ്. എൻ്റെ ഒരു പഴയ ജലധാരയിലൂടെ ഞാൻ, അല്ലെങ്കിൽ ഒരു ബാക്ക് ഡോറിലൂടെ ഞാൻ അവിടെ കടന്നു. ദ സ്മെൽ ഓഫ് ആൽക്കഹോൾ ഹിറ്റ് മീ. ആ മദ്യത്തിന്റെ മണം എന്നെ അടിച്ചു. വെൻ ഐ എന്റേർഡ്, ഞാൻ കടന്നു വന്നപ്പോൾ. ആൻഡ് മൈ മൗത്ത് വാട്ടറേഡ്, എന്റെ വായിൽ വെള്ളം വന്നു. ഐ സാറ്റ് ഡൗൺ അറ്റ് ദ ബാർ. ഞാൻ ആ ബാറിൽ ഇരുന്നു. ഐ ഓർഡേഡ് മൈ യൂഷ്വൽ ജിഞ്ചർ വാഷ്. ഞാൻ സാധാരണ ഓർഡർ ചെയ്യാറുള്ള ജിഞ്ചർ വാഷ് ഓർഡർ ചെയ്തു. കുഡിന്റ് ഐ മേക്ക് ഇറ്റ് ജസ്റ്റ് വൺ ഡേ വിത്തൗട്ട് ഡ്രിങ്കിങ്? ഒരു ദിവസം പോലും കുടി നിർത്താൻ നിനക്ക് സാധിക്കുന്നില്ലേ? അറ്റ് ദിസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ റിയലൈസ്ഡ് ദാറ്റ് സിൻസ് ഐ പുട്ട് ഇറ്റ് ദാറ്റ് വേ. ഞാൻ ആ ചോദ്യം, അവസാനത്തെ ചോദ്യം ഞാൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞു. യെസ്, അതെ, സിൻസ് ഐ പുട്ട് ഇറ്റ് ദാറ്റ് വേ. ഞാനത് അവിടെ വെച്ചു. പ്രോബബ്ലി കുഡ് മേക്ക് ഇറ്റ് ജസ്റ്റ് വൺ ഡേ വിത്തൗട്ട് ഡ്രിങ്കിങ്. എനിക്ക് ഒരു ദിവസം പോലും കുടി നിർത്താൻ സാധിക്കുന്നില്ല. ബിസൈഡ്സ്, ഐ വാസ് ഗോയിങ് ടു എ മീറ്റിംഗ് ദാറ്റ് നൈറ്റ് ആൻഡ് ഹൂ നോസ്, ദേ മൈറ്റ് ഹാവ് ബ്രീത്ത് അനലൈസേഴ്സ് ദർ. ഏതായാലും ഒരു കാര്യമുണ്ട്, ഞാനന്ന് മീറ്റിംഗിൽ പോവാണ് ഈ രാത്രി. ആർക്കറിയാം അവരുടെ കയ്യിൽ ഈ ബ്രീത്ത് അനലൈസർ ഉണ്ടോന്ന്. ഐ പുട്ട് ഡൗൺ മൈ ഡോളർ. ഞാൻ എൻ്റെ ഡോളർ പോക്കറ്റിൽ കോട്ട് ഓഫ് ദാറ്റ് സ്റ്റൂൾ. ഞാൻ അവിടെ നിന്ന് സ്റ്റൂളിൽ നിന്ന് എണീറ്റു. എൻ്റെ വാക്കഡ് ബാക്ക് അറ്റ് ദ ഡോർ. ഞാൻ ആ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആഫ്റ്റർ ഓൾ, അതിനുശേഷം ഐ കുഡ് ഡ്രിങ്ക് ടുമോറോ ഇഫ് ഐ വാണ്ടഡ് ടു. ഞാൻ ചിന്തിച്ചു, നാളെ എനിക്ക് കുടിക്കാമല്ലോ, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ. ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ പ്ലാൻ ടു ഡു. അത് തന്നെയാണ് എൻ്റെ പദ്ധതി, നാളെ കുടിക്കാം. അറ്റ് മൈ ഫസ്റ്റ് മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് ദാറ്റ് നൈറ്റ്, ദ പീപ്പിൾ ഫുൾഫിൽഡ് ദയർ റെസ്പോൺസിബിലിറ്റി. അതായത് അവിടെ ഉത്തരവാദിത്തമുള്ള കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. ദേ മേഡ് മീ വെൽക്കം. അവരെന്നെ സ്വാഗതം പറഞ്ഞു. ഐ മെറ്റ് അതേഴ്സ് ലൈക്ക് മീ ആൻഡ് ഇറ്റ് ഫെൽറ്റ് ഗുഡ്. മറ്റുള്ളവരെ എന്നെ പോലെ എന്നെ കാണാൻ നോക്കി എനിക്ക് നന്നായി തോന്നി. മേ ബി ദിസ് തിങ്സ് വാസ് ഫോർ റിയൽ. ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. സോ ഐ വെന്റ് ടു അനദർ മീറ്റിംഗ്. പിന്നീട് ഞാൻ മറ്റൊരു മീറ്റിംഗിൽ പോയി. ആൻഡ് ഐ ഗോട്ട് ദ സെയിം ഫീലിംഗ്. അവിടെയും എനിക്ക് അതേ വികാരം തന്നെയാണ് ഉണ്ടായത്. ദെൻ അനദർ മീറ്റിംഗ്. പിന്നീട് ഞാൻ മറ്റൊരു മീറ്റിംഗിൽ പോയി. ദ ടുമോറോസ് കെയിം ആൻഡ് വെന്റ് ആൻഡ് ടു ദിസ് ഡേ. അങ്ങനെ നാളുകൾ ഒരിക്കലും കടന്നുപോയി. നാളുകൾ വന്നു, അത് കടന്നുപോയി.
ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ദിവസമാണ്. ഐ സ്റ്റിൽ ഹാവ് ഇൻ ഫൗണ്ട് ഇറ്റ് നെസസറി ടു ടേക്ക് അനദർ ഡ്രിങ്ക്. ഇപ്പോൾ എനിക്ക് മറ്റൊരു കുടിയെടുക്കുന്നതിന്റെ ആവശ്യകതയില്ല. ദാറ്റ് വാസ് വെൽ ഓവർ 6 years ago. ആ കുടിയെടുക്കത് അവസാനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനത്തെ കുടിയെടുത്തത്. ദ മീറ്റിംഗ്സ് ഗേവ് മീ വാട്ട് മൈ സ്പോൺസർ ലൈക്ക് ടു കോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഇൻ ദ ബിഗ് ബുക്ക്. അതായത് മീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്പോൺസർ എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം, ബിഗ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ്. പുട്ട് എ വി ഇൻ മൈ ലൈഫ്. ആൽക്കോളിക്സ് അനോണിമസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന വാക്ക് ജീവിതത്തിൽ കൊണ്ടുവന്നു. വി അഡ്മിറ്റഡ് വി വെയർ പവർലെസ് ഓവർ ആൽക്കഹോൾ. അതായത് നമ്മൾ സമ്മതിച്ചു നമ്മൾ മദ്യത്തിന് മേൽ ശക്തിഹീനനാണ്. ഐ നോ ലോങ്ങർ ഹാർഡ് ടു ബി അലോൺ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ ഏകാന്തനായി ജീവിക്കേണ്ട കാര്യമില്ല. ഫെലോഷിപ്പ് ആൻഡ് ആക്ടിവിറ്റി, അപ്പൊ കൂട്ടായ്മയും അതിന്റെ പ്രവർത്തനങ്ങളും കെപ്റ്റ് മീ കമ്മിങ് ബാക്ക് ലോങ് ഇനഫ് ടു വർക്ക് ദ 12 steps. അപ്പൊ കൂട്ടായ്മയും അവിടുത്തെ പ്രവർത്തികളും എന്നെ 12 പടികളിലൂടെ സഞ്ചരിക്കാനായി പ്രവർത്തിക്കാനായി സഹായിച്ചു. ദ മോർ ഐ ഡിഡ്, കൂടുതൽ ആൽക്കോളിസിലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ ദ ബെറ്റർ ഐ ഫെൽറ്റ്, കൂടുതൽ മികച്ച കാര്യങ്ങൾ എനിക്ക് സംഭവിക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ഹാങ്ങിങ് ഔട്ട് വിത്ത് മൈ സ്പോൺസർ. ഞാൻ എപ്പോഴും എൻ്റെ സ്പോൺസറോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. ആൻഡ് സം ആക്റ്റീവ് പീപ്പിൾ അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിലെ ആക്റ്റീവായിട്ടുള്ള ആളുകളോടൊപ്പം ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. They showed me how gratitude is something that is demonstrated. അവരെന്നെ കൃതജ്ഞത എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. നോട്ട് ടോക്ക്ഡ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ഹിസ് ആക്ഷൻ. അവർ വെറുതെ കൃതജ്ഞതയെ പറ്റി സംസാരിക്കുകയല്ല ചെയ്തത്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ആക്ഷൻ. കൃതജ്ഞത എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. ദേ സജസ്റ്റഡ് ഐ വാസ് ലക്കി ടു സ്റ്റിൽ ഹാവ് എ കാർ. അവരെന്നോട് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്, നിനക്കൊരു കാറുണ്ട്, ഈവൻ ദോ ഇറ്റ് വാസ് എ ജങ്കർ. ഏതായാലും അതിന്റെ ഉള്ളിൽ നിറച്ച് ഒക്കെ കുറെ ജങ്ക് സാധനങ്ങൾ ഉണ്ടെങ്കിലും നിനക്കൊരു കാറുണ്ടല്ലോ. ദെയർ ഫോർ, അതുകൊണ്ട് തന്നെ ഐ മൈറ്റ് കൺസിഡർ ടേക്കിംഗ് ദ ലെസ് ഫോർച്ചുനേറ്റ് ടു മീറ്റിംഗ്സ്. അതുകൊണ്ട് തന്നെ നീ ഒരു മീറ്റിംഗിൽ ഒരു നിർഭാഗ്യവാനായി നിനക്ക് തോന്നരുത്. കാരണം കാറില്ലാത്ത അനേകം നിർഭാഗ്യവാന്മാര് ആ മീറ്റിങ്ങിന് വരുന്നുണ്ട്. ദ റിമൈൻഡഡ് മീ, അവരെന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു, യു കാണ്ട് ടീച്ച് എനിത്തിങ് ടു എ നോ ഇറ്റ് ഓൾ, സോ റിമെയിൻ ടീച്ചബിൾ. അതായത് നിനക്കറിയാത്തൊരു കാര്യം നിനക്ക് ആരെയും പഠിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നീ പഠിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. വെൻ ഓൾഡ് ബിഹേവിയർ സ്റ്റാർട്ടഡ് ടു ക്രീപ് ബാക്ക് ഇൻ, പഴയ നിന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ അത് വീണ്ടും തിരിച്ചു വരുമ്പോൾ, ദേ കോൾഡ് മീ ഓൺ ഇറ്റ്, പലപ്പോഴും അത് പുറത്തേക്ക് വരും. വെൻ ലൈഫ് ജസ്റ്റ് ഡിഡൻ ഫീൽ റൈറ്റ്, അതായത് ജീവിതം അത്ര സുഖകരമല്ലാന്ന് തോന്നും. ദേ ടോക്ക്ഡ് അബൌട്ട് ഡെവലപ്പിംഗ് ഫെയ്ത്ത് ആൻഡ് റിലയിങ് ഓൺ മൈ ഹൈ പവർ. അപ്പൊ അവര് എപ്പോഴും ഉന്നത ശക്തിയിൽ വിശ്വസിക്കാനും അതിനെ എപ്പോഴും ആശ്രയിക്കാനും എന്നെ പഠിപ്പിച്ചു. ദേ ടോൾഡ് മീ ലാക്ക് ഓഫ് പവർ, അതായത് ശക്തിയില്ലായ്മ വാസ് മൈ ഡലാമ. എന്റെ കുഴപ്പം അതാണ്, അല്ലെങ്കിൽ അതാണ് എന്റെ പ്രശ്നം. ആൻഡ് ദാറ്റ് ദർ ഈസ് എ സൊല്യൂഷൻ, അതുകൊണ്ട് അവിടെ ഒരു പരിഹാരമുണ്ട്. ഐ ടുക്ക് ടു എ ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് ഞാൻ ആൽക്കോളിസമിനെ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു. ആൻഡ് ബിലീവ്ഡ് ലൈക്ക് എ ചൈൽഡ്, ഞാനൊരു കുട്ടിയെ പോലെ വിശ്വസിച്ചു. ദാറ്റ് ഇഫ് ഐ ലെവൽഡ് മൈ പ്രൈഡ് എനഫ് ഗോ ത്രൂ തറോലി ഫോളോ ദെയർ പാത്ത്, ഐ ഹാർഡ് ഗെറ്റ് ദാറ്റ് ദേ ഹാർഡ്. ബിലീവ്ഡ് ലൈക്ക് എ ചൈൽഡ്, ഞാൻ കുട്ടിയെ പോലെ വിശ്വസിക്കാണ്ട്. ഇഫ് ഐ ലീവ്ഡ് മൈ പ്രൈഡ്, ഞാൻ എൻ്റെ അഹങ്കാരത്തിൽ ജീവിച്ചാൽ, ഇനഫ് ഗോ ത്രോലി ഫോളോ ദെയർ പാത്ത്, അതായത് ഇഫ് ഐ ലെവൽഡ് മൈ പ്രൈഡ്, എൻ്റെ ആത്മാഭിമാനത്തെ ലെവൽ ചെയ്യുക. ഇനഫ് ടു തറോലി ഫോളോ ദെയർ പാത്ത്, അവരുടെ പാതയിലൂടെ വളരെ തറോയായിട്ട് സഞ്ചരിച്ചുകൊണ്ട്. ഐ ഹാഡ് ഗെറ്റ് വാട്ട് ദേ ഹാഡ്, അങ്ങനെ മാത്രമേ എനിക്ക് അവർക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് വർക്ക്ഡ്, അത് പ്രവർത്തിച്ചു. സ്റ്റാർട്ടിങ് ഔട്ട്, തുടക്കം മുതലേ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു കീപ് ദ അതോറിറ്റീസ് ഓഫ് മൈ ബാക്ക്, ഞാൻ എൻ്റെ അതോറിറ്റികളെ എൻ്റെ പുറകിൽ വെച്ചു. ഐ നെവർ ബാർഗെയിൻഡ് ഫോർ ദിസ് പ്രോഗ്രാം, ഞാൻ ഒരിക്കലും ഈ പ്രോഗ്രാമിനെ ബാർഗെയിൻ ചെയ്തില്ല. ചേഞ്ചിങ് ദ കോഴ്സ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിച്ചില്ല. ഓർ ഷോയിങ് മീ വാട്ട് ദ വേ ടു ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ്, അതായത് എൻ്റെ സ്വാതന്ത്ര്യത്തെയോ ആനന്ദത്തെയോ ഞാൻ മാറ്റിമറിക്കാൻ ശ്രമിച്ചില്ല. സ്റ്റിൽ വെരി ഇംപേഷ്യൻ്റ്, ഇപ്പോഴും ഞാൻ ഇംപേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അത്ര ക്ഷമാശീലനൊന്നുമല്ല. ഐ വാണ്ടഡ് ദ ഹോൾ ഡീൽ റൈറ്റ് അവേ, എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്നതാണ്. ദാറ്റ്സ് വൈ, അതുകൊണ്ട് തന്നെ ഐ റിലേറ്റഡ് സോ വെൽ ടു ദ സ്റ്റോറി അബൌട്ട് എ വൈഡ് ഐഡ് ന്യൂ പേഴ്സൺ ആൻഡ് അൻ ഓൾ ടൈമർ. ഞാൻ എപ്പോഴും ഒരു വൈഡ് ഐഡ്, വളരെ തുറന്ന കണ്ണുകളുള്ള ഒരു പുതിയ ആളുകളെ സ്റ്റോറി അബൌട്ട് എ വൈഡ് ഐഡ് ന്യൂ പേഴ്സൺ, അതായത് ഞാനിങ്ങനെ തുറന്നു പിടിച്ച കണ്ണുകളുമായി ഒരു പുതിയ വ്യക്തിയെ പോലെ ആൻ ഓൾഡ് ടൈമർ, അതുപോലെ തന്നെ ഞാനൊരു പഴമക്കാരനുമാണ്. വെൻ ദ ന്യൂ കമർ അപ്രോച്ച് ടു ദ ഓൾഡ് ടൈമർ, എപ്പോഴെങ്കിലും ഒരു പുതിയ ആള് പഴമക്കാരനെ സമീപിക്കുമ്പോൾ, എൻവിങ്
his accomplishment and many years of sobriety. The old timer slapped down his hand like a gavel and said, I will trade you even. അതായത് കുറെ കാലം സുബോധാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ന്യൂകമർ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കാലമായി ഇങ്ങനെ സുബോധാവസ്ഥയിൽ നിൽക്കുന്നു? നിങ്ങളുടെ ഭയങ്കര നേട്ടമാണല്ലേ, കുറെ വർഷങ്ങൾ നിങ്ങൾ സുബോധാവസ്ഥയിൽ നിന്നു. അപ്പോൾ ആ പഴമക്കാരൻ പുറത്തടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അവന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഐ വിൽ ട്രേഡ് യു ഈവൻ. നിന്റെ സുബോധാവസ്ഥയും എന്റെ സുബോധാവസ്ഥ തമ്മിൽ നമുക്ക് പരസ്പരം മാറ്റിവെക്കാം. 30 years for your 30 days right now. എനിക്ക് വേണമെങ്കിൽ എന്റെ 30 വർഷവും നിന്റെ 30 ദിവസവും ഇപ്പോൾ തന്നെ മാറ്റിവെക്കാം. He knew that. അവനറിയാം, the newcomer had to find out. അവനറിയാം that true happiness is found in the journey, not the destination. അതായത് സന്തോഷം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, അതൊരു എത്തിച്ചേരലല്ല, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനം എത്തിച്ചേരലല്ല. അപ്പൊ വൺ ഡേ അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ്. നിന്റെ 30 ദിവസം എന്നെ വേണമെങ്കിൽ എന്റെ 30 വർഷം കൊണ്ട് ഈ നിമിഷം എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു മദ്യം കുടിച്ചാൽ മതി. സോ ടുഡേ ഇന്ന് ഐ എം മച്ച് മോർ കംഫർട്ടബിൾ വിത്ത് ലൈഫ്. എന്റെ ജീവിതത്തില് വളരെയധികം കംഫർട്ടബിൾ ആണ്. ആസ് ആൽക്കോളിക്സ് അനോണിമസ് ഹാർഡ് പ്രോമിസ്ഡ്. അതായത് ആൽക്കോളിക്സ് അനോണിമസ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ന്യൂ ദർ റൈറ്റ് and I know, എനിക്കറിയാം, they are right when they say it keeps getting better. അവർ പറഞ്ഞത് ശരിയാണ്. അവർ പറയാറുണ്ട് കാര്യങ്ങൾ വളരെ പതുക്കെ ശരിയാവും. മൈ സർക്കംസ്റ്റൻസസ്, എന്റെ സാഹചര്യം, ഹാവ് സ്റ്റഡിലി ഇംപ്രൂവ്ഡ്, വളരെ പതുക്കെ വികസിച്ചു. ആസ് മൈ സ്പിരിച്വൽ ലൈഫ് ഗ്രോസ് ആൻഡ് മച്യൂർസ്, എന്റെ ആത്മീയ ജീവിതം വളരുകയും പ്രായപൂർത്തിയാവുകയും ചെയ്തു. വേർഡ്സ് കനോട്ട് ബിഗിൻ ടു ഡിസ്ക്രൈബ് ദ ഫീലിംഗ്. അതായത് വാക്കുകൾ കൊണ്ട് ഇതിനെല്ലാം വിശദീകരിക്കാൻ കഴിയില്ല. ദ ഫീലിങ്സ്, വികാരങ്ങളെ, ഇൻ മൈ ഹാർട്ട്, എന്റെ ഹൃദയത്തിൽ വരുന്ന വികാരങ്ങളെ. ആസ് ഐ സംടൈംസ് പോണ്ടർ ഹൗ മച്ച് മൈ ലൈഫ് ഹാസ് ചേഞ്ച്ഡ്. പലപ്പോഴും ഞാൻ ചിന്തിക്കും, എന്റെ ജീവിതം എത്രമാത്രം മാറിയിരിക്കുന്നു. ഹൗ ഫാർ ഐ ഹാവ് കം, എത്രമാത്രം ആണ് ആൽക്കോളിസം ഞാൻ വരുന്നത്, അതായത് ആൽക്കോളിസം എത്തിച്ചേരുന്നതിന് ശേഷം എത്രമാത്രം എന്റെ ജീവിതം മാറ്റിമറിയപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഹൗ മച്ച് ദർ ഈസ് യെറ്റ് ടു ഡിസ്കവർ, ഇനിയും എനിക്ക് കണ്ടുപിടിക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ആൻഡ് തോട്ട്, പിന്നെ ആൻഡ് ദോ ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല, വേർ മൈ ജേർണി മേ ടേക്ക് മീ നെക്സ്റ്റ്, എനിക്കറിയില്ല എന്റെ യാത്ര ഇനി അടുത്തത് എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഐ നോ, എനിക്കറിയാം, ഐ വിൽ ഓവർ ടു ദി ഗ്രേസ് ഓഫ് ഗോഡ്, ഇതെല്ലാം ഞാൻ എന്റെ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ടു 3 വേർഡ്സ് ഓഫ് ദ 12 സ്റ്റെപ്സ്, അതായത് 12 പടികളിലെ 3 വാക്കുകൾ ഇതാണ്: കണ്ടിന്യൂ, ഇംപ്രൂവ് ആൻഡ് പ്രാക്ടീസ്. തുടരുക, ഇംപ്രൂവ് ചെയ്യുക, പരിശീലിക്കുക. ഓ, ആൻഡ് വൺ മോർ തിങ് ദേ ടോൾഡ് മീ, പിന്നെ അവർ വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഹ്യൂമിലിറ്റി ഈസ് ദ കീ, എളിമയാണ് താക്കോൽ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഗെറ്റ് ബ്രേവ്ഡ്. ഓ, ആൻഡ് വൺ മോർ തിങ് ദേ ടോൾഡ് മീ, മറ്റൊരു കാര്യം കൂടി അവർ എന്നോട് പറഞ്ഞു. ഹ്യൂമിലിറ്റി ഈസ് ദ കീ, എളിമയാണ് താക്കോൽ. അടുത്ത ഭാഗം എം ടി ഓൺ ദ ഇൻസൈഡ്. എം ടി ഓൺ ദ ഇൻസൈഡ് എന്നുള്ളത് ഒരു ഷീ ഗ്രൂ അപ്പ് അറൌണ്ട് എയിലാണ് അവൾ വളർന്നത്. ആൻഡ് ഹാർഡ് ഓൾ ദ ആൻസേഴ്സ്, അവൾക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടി. അക്സെപ്റ്റ് വെൻ ഇറ്റ് കെയിം ടു ഹർ ഓൺ ലൈഫ്, അതായത് അവളുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുന്നത് വരെ. ഐ സ്പെൻഡ് മൈ ലൈഫ്, ഞാൻ എൻ്റെ ജീവിതം ആക്ടിങ് ആസ് ഇഫ്, അതുപോലെ തന്നെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് ജീവിതത്തെ അതുപോലെ തന്നെ നേരിടുക. ഏതൊരു ആക്ടിങ് ആസ് ഇഫ് ഐ ന്യൂ, അല്ലെങ്കിൽ എനിക്ക് അറിവുള്ളത് പോലെ അല്ല പ്രവർത്തിച്ചു. ഐ ഡിഡ്ന്റ് ആസ്ക് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ഇൻ സ്കൂൾ, ഞാൻ എൻ്റെ സ്കൂളുകളിൽ അധ്യാപകരോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ദേ മൈറ്റ് ഫൈൻഡ് ഔട്ട് ഐ ഡിഡ്ന്റ് നോ ദ ആൻസർ. അവർ വിചാരിച്ചു, അവർ കണ്ടുപിടിച്ചില്ല എനിക്ക് ഉത്തരം അറിയില്ലെന്ന്. ആക്ടിങ് ആസ് ഇഫ് ഐ ഡിഡ്ന്റ് കെയർ, അതായത് ഞാൻ അശ്രദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. ഐ ഓൾവേസ് ഫെൽറ്റ് ആസ് ദോ എവരിവൺ എൽസ് ഹാഡ് ബീൻ ഗിവിംഗ് ദ ഡയറക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ഐ ഹാഡ് ബീൻ സംവെയർ എൽസ് വെൻ ഗോഡ് ഹാസ് ഹാൻഡ്ലിംഗ് ദം ഔട്ട്. ഐ ഓൾവേസ് ഫെൽറ്റ്, എനിക്ക് എപ്പോഴും തോന്നിയത്, ആസ് ദോ എവരിവൺ, എല്ലാവരെയും പോലെ, എൽസ് ഹാഡ് ബീൻ ഗിവൺ ദ ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ കിട്ടുന്നത് ടു ലൈഫ്, ജീവിതത്തിലെ നിർദ്ദേശങ്ങൾ, ആൻഡ് ഐ ഹാഡ് ബീൻ സംവെയർ എൽസ് വെൻ ഗോഡ് ഹാസ് ഹാൻഡ്ലിംഗ് ദം ഔട്ട്, ദൈവമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിലൂടെ എനിക്ക് ഉത്തരങ്ങൾ കിട്ടുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ടു മീ, എന്നെ സംബന്ധിച്ചിടത്തോളം, യു ഏതർ ന്യൂ, നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഹൗ ടു ഡു സംതിങ് ഓർ യു ഡിഡിൻ, അതായത് ടു ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യണം, ഓർ യു ഡിഡിൻ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം. യു കുഡ് പ്ലേ ദ പിയാനോ, നിങ്ങൾക്ക് പിയാനോ വായിക്കാൻ അറിയാം, ഓർ യു കുഡിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിയാനോ വായിക്കാൻ അറിയില്ല. യു വേർ എ ഗുഡ് ബോൾ പ്ലെയർ ഓർ യു വേർ എ, നിങ്ങൾ നല്ലൊരു ബോൾ പ്ലെയർ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. വേർ ഐ ലേൺഡ് ദ ആറ്റിറ്റ്യൂഡ്, എവിടെ നിന്നാണ് എനിക്ക് ഈ മനോഭാവം വന്നതെന്ന്. ദാറ്റ് ഇറ്റ് വാസ് ഇൻ ഓൾ റൈറ്റ് നോട്ട് നോ, അതായത് എല്ലാം അറിയണമെന്നില്ല. ബട്ട് ഇറ്റ് വാസ് എ സർട്ടൻലി ഇൻ മൈ ലൈഫ്, ഇത് തന്നെയായിരുന്നു എൻ്റെ ജീവിതം.
ആൻഡ് ഇറ്റ് ഓൾമോസ്റ്റ് കിൽഡ് മീ. ഇതെന്നെ നശിപ്പിച്ചു, അല്ലെങ്കിൽ കൊന്നു. ദ കൺസെപ്റ്റ് ഓഫ് സെറ്റ് എ ഗോൾ, അതായത് ഒരു ലക്ഷ്യസ്ഥാനം എനിക്കില്ല. വർക്ക് ഫോർ ദ ഗോൾ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം, ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ലക്ഷ്യം ഉണ്ടാക്കിയെടുത്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അച്ചീവ് ദ ഗോൾ, അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എനിക്കറിയില്ല. വാസ് ഫോറിൻ ടു മീ. അതെന്തോ ഒരു വിദേശം പോലെയാണ്, അല്ലെങ്കിൽ അന്യദേശം പോലെയായി. യു ഏതർ ഹാഡ് ഇറ്റ്, നിനക്ക് ഒന്നില്ലെങ്കിൽ ഉണ്ട്, ഓർ യു ഡിഡിൻ, അല്ലെങ്കിൽ നിനക്കില്ല. ആൻഡ് ഇഫ് യു ഡിഡിൻ യു കുഡിൻ ലെറ്റ് ഓൺ. അതായത് നിനക്കില്ലാത്തൊരു കാര്യം നേടിയെടുക്കാൻ നീ ശ്രമിക്കില്ല. യു മൈറ്റ് ലുക്ക് ബാഡ്. നിനക്ക് അങ്ങനെ നേടിയെടുക്കാൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നിന്നെ മോശമായി തോന്നും. ഐ നെവർ വൺസ് സ്റ്റോപ്ഡ് ടു കൺസിഡർ ദാറ്റ് അതേഴ്സ് മൈറ്റ് റിയലി ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ വാട്ട് ദേ ഹാഡ്. അതായത് മറ്റുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ് പല ലക്ഷ്യങ്ങളും എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഗ്രാജുവലി, വളരെ പതുക്കെ മൈ ആറ്റിറ്റ്യൂഡ് ട്രാൻസ്ലേറ്റഡ്, എന്റെ മനോഭാവം തിരിഞ്ഞു വന്നു ഇൻ ടു കണ്ടംപ്റ്റ് ഫോർ ദോസ് ഹൂ ഡിഡ് നോ. എല്ലാവരെയും എതിർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുള്ളവരെ എല്ലാവരും എതിർക്കുക. ലീവ് ഇറ്റ് ടു ആൻ ആൽക്കോളിക് ടു ലുക്ക് ഡൗൺ ഓൺ സമ്മൺ ഹൂ ഈസ് സക്സസ്ഫുൾ. ലീവ് ഇറ്റ് ടു ആൻ ആൽക്കഹോളിക്, അല്ലെങ്കിൽ ഒരു മദ്യാസക്തിയെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ ടു ലുക്ക് ഡൗൺ ഓൺ സമ്മൺ ഹൂ ഈസ് സക്സസ്ഫുൾ. വിജയിച്ച ഒരാളുടെ മറ്റു പല വിജയിച്ച ആൽക്കഹോളിക്കിനെ പോലെ ജീവിക്കുക. മൈ ഫാദർ ജോയിൻഡ് ആൽക്കോളിസംസ് വെൻ ഐ വാസ് 7. എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് ആൽക്കോളിസം അനോണിമസിൽ എൻ്റെ ഫാദർ ജോയിൻ ചെയ്യുന്നത്. മെനി ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഫ്രൈഡേ നൈറ്റ്സ് വെർ സ്പെൻഡ് അറ്റ് ഓപ്പൺ AA മീറ്റിംഗ്സ്. എൻ്റെ ചെറുപ്പകാലത്തിലെ ഒരുപാട് രാത്രികള് കഴിഞ്ഞുകൂടിയത് ആൽക്കോളിസം അനോണിമസിന്റെ ഓപ്പൺ മീറ്റിംഗിനാണ്. ബിക്കോസ് വി കുഡന്റ് അഫോർഡ് എ ബേബി സിറ്റർ. കാരണം ഞങ്ങൾക്കൊരു ബേബി സിറ്ററെ വെക്കാനുള്ള പണം ഉണ്ടായില്ല. ഐ വാസ് ദ കിഡ് സിറ്റിംഗ് ഓവർ ഇൻ ദ കോർണർ വിത്ത് എ ബുക്ക്. ഞാൻ ഒരാൾ മാത്രമായിരുന്നു ഒരു കുട്ടിയായിട്ട് ആ മീറ്റിംഗ് റൂമിന്റെ കോർണറിൽ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നത്. വാട്ട് എഫക്ട് ഡിഡ് ഇറ്റ് ഹാവ്? എന്താണ് ഇത് എന്നെ ബാധിച്ചത്? ഐ ന്യൂ ദാറ്റ് ബീയിങ് ആൽക്കോഹോളിക് മീൻഡ് യു കുഡിൻ ഡ്രിങ്ക് എനിമോർ. അതായത് എനിക്കൊരു കാര്യം അറിയാം, ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും കുടിക്കാൻ സാധിക്കുകയില്ല. ആൻഡ് ദാറ്റ് യു ഹാഡ് ടു ഗോ ടു AA. അത് മാത്രമല്ല, നിങ്ങൾ അതുകൊണ്ടാണ് AA മീറ്റിംഗിൽ പോകേണ്ടത്. ആസ് മൈ ഡ്രിങ്കിങ് കരിയർ ബിഗാൻ, എന്റെ കുടി ജീവിതം തുടങ്ങിയപ്പോൾ ഐ വാസ് ഓൾവേസ് കെയർഫുൾ നോട്ട് ടു ബട്ടർ ദ എ വേർഡ് ഇൻ കണക്ഷൻ വിത്ത് മൈ നെയിം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും വളരെ ശ്രദ്ധിച്ചു, എന്താണ് AA എന്ന് പറയുന്ന വേർഡ് എന്റെ പേരുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടി വരരുത്. മൈ നെയിം ഇസ് ഷിബു, ഐ ആം ആൻ ആൽക്കഹോളിക് മെമ്പർ എന്ന് പറയുന്ന പോലെ എന്റെ പേരുമായിട്ട് AA വരരുത്. ബട്ട് അറ്റ് മൈ ഹൗസ്, എന്റെ വീട്ടിൽ, ഐ വുഡ് ഹാവ് ബീൻ ഹാൻഡഡ് എ മീറ്റിംഗ് ഷെഡ്യൂൾ. എനിക്ക് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ കിട്ടി. ബിസൈഡ്സ് ഐ ന്യൂ ദാറ്റ് AA വാസ് ഓൾഡ് ഗായ്സ് ആൻഡ് ദാറ്റ് ഡ്രങ്ക് കോഫി. എനിക്കറിയാം അവിടെയുള്ള പഴമക്കാരായിട്ടുള്ള AAകൾ അവര് കാപ്പിയാണ് കുടിക്കുന്നത്, സ്മോക്ക്ഡ്. അവർ വലിക്കും, അതിന്റെ ഏറ്റ ഡോണറ്റ്സ്, അവർ ഡോണറ്റ് കഴിക്കും. ഐ ഹാഡ് ബീൻ ദേർ. ഞാൻ കുറെ കാലം അവിടെ പോയതല്ലേ. ലുക്കിംഗ് ബാക്ക്, ഞാൻ പിന്തിരിച്ചു നോക്കുമ്പോൾ ഐ ആം ഷുവർ മോസ്റ്റ് ഓഫ് ദോസ് ഓൾഡ് ഗൈസ് വർ ബെയർലി 30. ഞാൻ ആ പഴമക്കാരൊക്കെ നോക്കിയപ്പോൾ അവരെല്ലാവരും 30 വയസ്സുള്ളവരാണ് ഭൂരിഭാഗം. സോ നോ AA ഫോർ മീ. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് വേണ്ട. ദാറ്റ് വുഡ് മീൻ നോട്ട് ഡ്രിങ്കിങ്. അതിന്റെ അർത്ഥം ഞാൻ കുടി നിർത്തിയെന്നല്ല. ആൻഡ് വെൻ ഐ ഡ്രങ്ക് ലൈഫ് ചേഞ്ച്ഡ്. ഞാൻ കുടി തുടങ്ങിയപ്പോൾ എന്റെ ജീവിതം മാറി മറിഞ്ഞു. ഐ വാസ് 15 ദ ഫസ്റ്റ് ടൈം ഐ ഹഡ് ഗോട്ട് ഡ്രിങ്ക്. എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി കുടിച്ചത്. ഐ ക്യാൻ ടെൽ യു വേർ ഐ വാസ്. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും ഞാൻ എവിടെയായിരുന്നു, ഹു ഐ വാസ് വിത്ത്, ഞാൻ ആരുടെ കൂടെയായിരുന്നു എന്ന് പറയാം. ബട്ട് ഐ വാസ് വെയറിങ് വാട്ട് ഐ വാസ് വെയറിങ്. ഞാൻ എന്താണ് വസ്ത്രം ധരിച്ചിരിക്കണമെന്ന് നിങ്ങളോട് പറയാം. ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡേ ഫോർ മീ. അതെന്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ, ഐ വാസ് എ പോസ്റ്റർ ചൈൽഡ് ഫോർ അഡോൾസെന്റ് ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കഹോളിസം. എനിക്ക് വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ, ഐ വാസ് എ പോസ്റ്റർ ചൈൽഡ്, ഞാൻ ഫോർ അഡോൾസെന്റ് ട്രീറ്റ്മെന്റ് ഓഫ് ആൽക്കഹോളിസം. ഒരു വർഷത്തിനുള്ളിൽ ഞാൻ മദ്യാസക്തിക്ക് വേണ്ടി ചികിത്സിക്കുന്ന കൗമാരക്കാരിയായ ഒരു കുട്ടിയായി മാറി. മൈ ഗ്രേഡ്സ് പ്ലങ്ഡ്. അതായത് ഗ്രേഡ് താഴ്ന്നു പോയെന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ ജീവിതം അവസാനിച്ചു. മൈ ഫ്രണ്ട്സ് ചേഞ്ച്ഡ്. എന്റെ കൂട്ടുകാർ മാറി മാറി വന്നു. അവർക്കിടെ ഞാൻ കാർ ഞെരിച്ചമർത്തി. മൈ അപ്പിയറൻസ് വെന്റ് ഡൗൺ ഹിൽ. എന്റെ കാഴ്ചപ്പാട്, എന്റെ രൂപം താഴ്ന്നു പോയി. ഐ വാസ് സസ്പെൻഡഡ് ഫ്രം സ്കൂൾ. ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തായി. when I first got sober, ഞാൻ ആദ്യം സുബോധാവസ്ഥയിലെത്തിയപ്പോൾ ഐ വാണ്ടഡ് വൈ മൈ പേരൻസ് നെവർ ചെക്ക്ഡ് മീ ഇൻ ടു ട്രീറ്റ്മെന്റ്. എന്തുകൊണ്ടാണ് എൻ്റെ പേരൻസ് എന്നെ ട്രീറ്റ്മെന്റിലാക്കാണ്ടിരുന്നത്? തന്നെ റിമെമ്പേർഡ്. പിന്നെ ഞാൻ ഓർത്തു, ദേ ഡിഡ്ന്റ് ഹാവ് അഡോൾസെന്റ് ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് വെൻ ഐ വാസ് ടീൻ. അതായത് എൻ്റെ കൗമാരപ്രായത്തില്, ആ സമയത്ത് കൗമാരപ്രായർക്കുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ആ കാരണത്താൽ ഐ സ്റ്റിൽ ഹാവ് സെറാമിക്സ് ഡാഡ് മെയ്ഡ് മീ എന്നെ സൈക്കാട്രിക് വാർഡ്. എൻ്റെ ഡാഡി എന്നെ സൈക്കാട്രിക് വാർഡിലാക്കി.
ബിക്കോസ് വെൻ ഹി വാസ് ഡ്രിങ്കിങ്, അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ ഡിഡ്ന്റ് ഹാവ് ട്രീറ്റ്മെന്റ് സെന്റേഴ്സ്. അവർക്കും ട്രീറ്റ്മെന്റ്, അതായത് ഇങ്ങനത്തെ ചികിത്സാ കേന്ദ്രങ്ങൾ അവൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴില്ല. ഐ വാസ് ഓൾവേസ് റെഡി വിത്ത് എ പ്രോമിസ് ടു ബി ബെറ്റർ. ഞാൻ എപ്പോഴും നന്നായി ജീവിക്കാമെന്നുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. ടു ട്രൈ ഹാർഡർ, ഞാൻ നന്നായി പരിശ്രമിക്കും. ടു അപ്ലൈ മൈസെൽഫ്, എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്യും. ടു ലിവ് അപ്പ് ടു മൈ പൊട്ടൻഷ്യൽ, എനിക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. പൊട്ടൻഷ്യൽ, നൗ ദർ ഈസ് ദ കോഴ്സ് ഓഫ് എവരി ബഡ്ഡിങ് ആൽക്കഹോളിക്. അതായത് എല്ലാ ആൽക്കഹോളിക്കിനെയും പോലെയുള്ള കോഴ്സ്. ഐ മാനേജ് ടു ഗ്രാജുവേറ്റ്, ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. സം ഹൗ, എങ്ങനെയൊക്കെയോ. ആൻഡ് വെൻ ടു ഓൺ എ കോളേജ്, ഞാനൊരു കോളേജിലേക്ക് പോയി. വേർ ഐ പ്രോംപ്റ്റ്ലി പ്ലങ്ക്ഡ് ഔട്ട്, ഞാൻ വളരെ പതുക്കെ അവിടെ നിന്ന് പുറത്തായി. ഐ കുഡിന്റ് മേക്ക് ഇറ്റ് ടു ക്ലാസ്, കാരണം എനിക്ക് ക്ലാസ്സിൽ പോകാൻ കഴിഞ്ഞില്ല. ഹൈൻസൈറ്റ് ഹാസ് ഷോൺ മീ ടു റീസൺസ് ഫോർ ദിസ്. അതായത് കാഴ്ചപ്പാട് എന്നിലെ രണ്ട് കാരണങ്ങളാണ് എനിക്ക് കാണിക്കുന്നത്. ഫസ്റ്റ്, ഇഫ് സമ്മൺ എൽസ് ഹാഡ് എ ഫ്രീ പീരിയഡ് ടാഗഡ് അലോങ് വിത്ത് ദം, ആർക്കെങ്കിലും ഫ്രീ പീരിയഡ് ഉണ്ടെങ്കിൽ ഞാൻ അവരോടൊപ്പം കൂടിച്ചേരും. ഐ തോട്ട് ദാറ്റ് ഐ ഹാഡ് ടു ബി വിത്ത് മൈ ഫ്രണ്ട്സ് ഓൾ ദ ടൈം. ഞാൻ ചിന്തിച്ചത് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ്. ഐ വാസ് അഫ്രൈഡ്, ഞാൻ ഭയപ്പെട്ടു. ദാറ്റ് ഇഫ് ദേ സ്പെൻഡ് മൈ എനി ടൈം വിത്തൗട്ട് മീ, അതായത് അവര് എന്നെ കൂടാതെ ഏതെങ്കിലും സമയം ചെലവഴിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ദേ മൈറ്റ് ബിഗിൻ ടു വാണ്ടർ വൈ ഡു ഐ ഹാങ് ഔട്ട് വിത്ത് ഹെർ എനിവേ. അതായത് ദേ മൈറ്റ് ബിഗാൻ ടു വാണ്ടർ, അവർ അത്ഭുതപ്പെടും. വൈ ഡു ഐ ഹാങ് ഔട്ട് വിത്ത് ഹെർ എനിവേ, ഞാൻ എന്തിനാണ് അവരോടൊപ്പം. ദേ മൈറ്റ് ബിഗിൻ ടു വാണ്ടർ, അവരും അത്ഭുതപ്പെടാൻ തുടങ്ങി. വൈ ഡു ഐ ഹാങ് ഔട്ട് വിത്ത് ഹെർ എനിവേ, ഞാൻ എന്തിനാണ് ഈ പെൺകുട്ടിയോടൊപ്പം കൂടിച്ചേരുന്നത്. ദേ മൈറ്റ് റിയലൈസ്, അവർ ഇങ്ങനെ ചിന്തിക്കാൻ. ദേ ഹാഡ് എ ബെറ്റർ ടൈം വിത്തൗട്ട് മീ, അവർക്ക് ഞാനില്ലെങ്കിൽ അവർക്ക് നല്ല സമയങ്ങളുണ്ട്. ആൻഡ് ദെൻ ദേ മൈറ്റ് ടെൽ അതർ പീപ്പിൾ, അവർ മറ്റുള്ള ആളുകളോട് പറയാൻ തുടങ്ങി. ഹൂ വുഡ് ടെൽ അതർ പീപ്പിൾ ആൻഡ് ഐ ഹാഡ് ബി അലോൺ. അങ്ങനെ അവർ മറ്റുള്ളവരോട് പറയാൻ പറ്റുമെങ്കിലൊക്കെ അവർ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. സെക്കൻഡ്, രണ്ടാമത്തെ കാരണം, സോഷ്യൽ കോൺവെർസേഷൻ വാസ് എ സ്കിൽ ദാറ്റ് ഐ നെവർ അക്വയർഡ്. അതായത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു കഴിവാണ്. അതെനിക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നേടിയെടുത്തിരുന്നില്ല. വെൻ ഐ മെറ്റ് സമ്മൺ, ഞാൻ ആരെ കണ്ടുമുട്ടിയപ്പോൾ ഐ ഫെൽറ്റ് ടോട്ടലി ഇൻഅഡ്വക്കേറ്റ് ടു മീ. വെൻ ഐ ഹാഡ് ഹൈ മൈ നെയിം ഇസ് ഡാഷ്, ദർ ഫോളോഡ് എ ഡിഫൈൻസിങ് സൈലൻസ് ആസ് ഇഫ് ദേ വേർ തിങ്കിങ്. അതായത് ഞാൻ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ അത് പറയത്തക്ക ഇങ്ങനെയാണ്. ഹായ് മൈ നെയിം ഈസ് ഡാഷ് എന്ന് ഞാൻ പറയാം. അപ്പൊ എന്റെ പേര് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫോളോഡ് എ ഡിഫൈനിങ് സൈലൻസ്, അതായത് പിന്നീട് ഒരു നിശബ്ദതയാണ്. അതായത് ആ പേര് മാത്രം പറയാനേ കഴിയുന്നുള്ളൂ. ആസ് ഇഫ് ദേ വേർ തിങ്കിങ്, അവർ ചിന്തിക്കും. സോ ഹൗ ഡിഡ് പീപ്പിൾ ഹാവ് കോൺവെർസേഷൻ എനിവേ, എങ്ങനെയാണ് ആളുകൾ പരസ്പരം സംസാരിക്കുന്നത്. ഹൗ ഡിഡ് ദേ മീറ്റ്, അവരെങ്ങനെയാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. ആൻഡ് ദെൻ ബിഗിൻ ടു ടോക്സ് ഓഫ് ദേ ഹാഡ് നോൺ ഈച്ച് അതർ ഫോർ ഇയേഴ്സ്, അതായത് വളരെ വർഷങ്ങളോളം അവർക്ക് അറിയാമായിരിക്കും. അങ്ങനെയാണ് അവർ സംസാരിച്ചു കൊടുക്കുന്നത്. ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് വൺ മോർ തിങ്സ്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദാറ്റ് ഇറ്റ് വാസ് ഇൻ ഓൾ റൈറ്റ് നോട്ട് ടു നോ. സോ ഐ കെപ്റ്റ് ഡ്രിങ്കിങ്, വെൻ ഐ ഡ്രാങ്ക് ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ. അതായത് ഇതെല്ലാം ശരിയാണോ എന്ന് എനിക്ക് അറിയുകയും കൂടിയില്ല. സോ ഐ കെപ്റ്റ് ഡ്രിങ്കിങ്, ഞാൻ കുടിച്ചു തുടങ്ങി. കുടിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം എനിക്ക് വലിയ വിഷയമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് വലിയ വിഷയമായില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ടു ഇന്റർജെറ്റ് ഹിയർ ദാറ്റ് ഐ ലവ്ഡ് ടു ഡ്രിങ്ക്, അതായത് ഞാൻ കുടിയെ ഇഷ്ടപ്പെട്ടു. ഡ്രിങ്കിങ് പുട്ട് മീ ഇൻ ടു ദി മിഡിൽ ഓഫ് ലൈഫ്, എൻ്റെ ജീവിതത്തിന്റെ മധ്യഭാഗത്ത് കുപ്പി വന്നു, അല്ലെങ്കിൽ കുടി വന്നു. ഐ വാസ് എ സോഷ്യൽ ഡ്രിങ്കർ, ഞാനൊരു സാമൂഹിക കുടിയെത്തിയായി. ഡ്രിങ്കിങ് മേഡ് മീ എക്സ്ട്രീംലി സോഷ്യൽ, കുടിയാണ് എന്നെ വല്ലാത്ത സാമൂഹിക ചുറ്റുപാടിൽ കൊണ്ടു നടന്നത്. ഐ ഡിഡിൻ പാർട്ടിക്കുലർലി ലൈക്ക് ഡ്രിങ്കിങ് വിത്ത് അതർ വുമൺ, സാധാരണയായി ഞാൻ മറ്റു പെൺകുട്ടികളോടൊപ്പം കുടിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഐ ഡ്രാങ്ക് വിത്ത് ദ ബിഗ് ബോയ്സ്, ഞാൻ വലിയ ആൺകുട്ടികളോടൊപ്പമാണ് കുടിച്ചിരുന്നത്. ഐ ഓൾവേസ് ഹാഡ് എ ട്രമൻഡസ് കപ്പാസിറ്റി ഫോർ ആൽക്കഹോളിക്സ്, അതായത് എനിക്ക് നല്ലൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എന്തോരം വേണമെങ്കിലും മദ്യം കഴിക്കാം. ലേൺ ടു ഷൂട്ട് ആൻ എക്സലന്റ് ഗെയിം ഓഫ് പൂൾ, അതിനുശേഷം മദ്യം കഴിച്ചതിന് ശേഷം ഞാൻ പൂളിൽ കളിക്കാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്. വിച്ച് മേഡ് മീ ക്വറ്റ് പോപ്പുലർ ഇൻ ദ ലോക്കൽ ടാവേൺ സീൻ, അതുകൊണ്ട് തന്നെ ആ പ്രാദേശിക ബാറിൽ ഞാൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി മാറി. വിച്ച് മേഡ് മീ ക്വറ്റ് പോപ്പുലർ ഇൻ ദ ലോക്കൽ ടാവേൺ സീൻ. അറ്റ് വൺ പോയിന്റ്, ഒരു സമയത്ത് ഐ വിൻ ഹാഡ് മൈ ഓൺ മോട്ടോർ സൈക്കിൾ, ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ വെൻ ഐ റീഡ് ബിൽ സ്റ്റോറി ഇൻ ദ ബിഗ് ബുക്ക് ആൻഡ് ഹി സെഡ് ഐ ഹാഡ് അറൈവ്ഡ്, ഐ ന്യൂ ദാറ്റ് ഹി മീൻഡ്. വെൻ ഐ റീഡ് ബിൽ സ്റ്റോറി, ബില്ലിന്റെ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഐ ഹാഡ് അറൈവ്ഡ്, ഞാൻ ഇവിടെ എത്തിപ്പെട്ടു. ഐ ന്യൂ ദാറ്റ് ഹി മീൻ, എനിക്കിപ്പോൾ അറിയാം അവൻ എന്താണ്, ബിൽ എന്താണ് ആ കഥ കൊണ്ട് അവസാനം പറയുന്നതെന്നും. ഫോർ 14 years മൈ ഡ്രിങ്കിങ് ടുക്ക് മീ പ്ലേസ് ഐ നെവർ മീൻ ടു ഗോ, 14 വർഷത്തെ എൻ്റെ കുടി ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിൽ പോയി. ഫസ്റ്റ് ഐ മൂവ്ഡ് സൗത്ത്, ഞാൻ സൗത്തിലേക്ക് ചേക്കേറി.
സിൻസ് ഐ ന്യൂ ദ ടൗൺ ഐ ഗ്രൂ അപ്പ് ഇൻ വാസ് മൈ പ്രോബ്ലം. കാരണം ഞാൻ വളർന്നു വന്ന എൻ്റെ ടൗൺ ആണ് എനിക്ക് പ്രശ്നമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ വൺസ് ഹിയർഡ് എ ഗേ റിമാർക്ക് ഇൻ എ മീറ്റിംഗ് ദാറ്റ് there are 3 or 4 states that should just post signs on their products. This state doesn't work either. അതായത് ഒരു ആള് മീറ്റിംഗിൽ പറയുന്നത് ഞാൻ കേട്ടു. അയാള് 3-4 സംസ്ഥാനത്തിൽ കൂടെ ഇങ്ങനെ ചുറ്റിയടിച്ച് കിടക്കുമ്പോൾ അവിടെ ഒരു സംസ്ഥാനം ഒരു ബോർഡറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് സ്റ്റേറ്റ് ഡസൻ മാർക്ക് ചെയ്ത്. ഓ, ഈ സംസ്ഥാനം എനിക്ക് വർക്ക് ചെയ്തില്ല. ഐ ഡിഡ് ദ തിങ്സ് വുമൺ ഡു. ഞാൻ സ്ത്രീകൾ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. മൈ ഫസ്റ്റ് മാരേജ് വാസ് റിയലി വൺ നൈറ്റ് സ്റ്റാൻഡ് ദാറ്റ് ലാസ്റ്റഡ് 5 years. അതായത് ഒരു ദിവസം മാത്രമേ നിലനിന്നുള്ളൂ. ദാറ്റ് ലാസ്റ്റഡ് മൈ ഫസ്റ്റ് മാരേജ്, അതായത് എൻ്റെ ആദ്യത്തെ കല്യാണം വാസ് റിയലി വൺസ് നൈറ്റ് സ്റ്റാൻഡ് ദാറ്റ് ലാസ്റ്റഡ് 5 years. അത് 5 വർഷക്കാലം നിലനിന്നു. ഐ സർട്ടൻലി കുഡിന്റ് അഡ്മിറ്റ് ദാറ്റ് ഐ ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാൻ ഒരു തെറ്റ് ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല. വി ഹാഡ് 2 children. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ടായി. ആൻഡ് ഐ വാണ്ടഡ് ഔട്ട്. എനിക്ക് പുറത്തേക്ക് പോകണം. ബട്ട് ടു ലീവ് വുഡ് ഹാവ് മീൻ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. അതായത് പുറത്തേക്ക് പോയത് എന്തുകൊണ്ടാണ്, എനിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. ഐ ജസ്റ്റ് ഡ്രാങ്ക്. ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. അൻറ്റിൽ ഹി ത്രൂ മീ ഔട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു. എന്നെ അവന് പുറത്തേക്ക് കളഞ്ഞു, പുറത്തേക്ക് ഉപേക്ഷിച്ചു. then it was his fault the marriage failed. കാരണം അപ്പോൾ അവന്റെ കുഴപ്പമാണ് കല്യാണം ഫെയിൽ ആയതിന്റെ, അല്ലെങ്കിൽ വേറെ പിരിഞ്ഞതിന്റെ കാരണം ആരാണ്? അവനാണ്, ഞാനല്ല എന്ന് ഞാൻ വിചാരിച്ചു. അറ്റ് വൺ പോയിന്റ്, മറ്റൊരു അവസരത്തിൽ, ബിഫോർ മൂവിങ് ഹോം, ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഐ ലോസ്റ്റ് എ ജോബ്. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ദാറ്റ് മീൻഡ് എ ലോട്ട് ഓഫ് ടു മീ. അതെനിക്ക് ഒരുപാടായിരുന്നു. ആസ് ദ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് മൈ ഡ്രിങ്കിങ്. അതെൻ്റെ നേരിട്ടുള്ള കുടി മൂലമാണ് സംഭവിച്ചത്. ലോസ്റ്റ് എ ജോബ്, എൻ്റെ ഒരു ജോലി നഷ്ടപ്പെട്ടു. അതെനിക്ക് വളരെ ദാറ്റ് മീൻഡ് എ ലോട്ട് ഓഫ് ടു മീ. അതെനിക്ക് വളരെ അർത്ഥവത്തായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി ഐ വെന്റ് ടു എ മീറ്റിംഗ് ഓഫ് ആൽക്കഹോളിസം ആൻഡ് സെഡ് ഐ ആം ആൻ ആൽക്കഹോളിക്. ആദ്യമായി ഞാനൊരു മീറ്റിംഗിലേക്ക് ചെന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു ഞാനൊരു ആൽക്കഹോളിക്കാണ്. വെൻ ഐ ഹാഡ് ഗോൺ ടു മീറ്റിംഗ് വിത്ത് മൈ ഡാഡ്, ഐ ഓൾവേസ് ജസ്റ്റ് ഐ ആം വിത്ത് ഹിം. എപ്പോഴൊക്കെയാണോ ഞാൻ എൻ്റെ ഡാഡിയോടൊപ്പം ഞാൻ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്ന അന്നേരം ഞാൻ പറഞ്ഞത് ഞാൻ അവനോടൊപ്പം വന്നതാണെന്നാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു ഐ ആം ആൻ ആൽക്കഹോളിക്, ഞാനൊരു മദ്യാസക്തിയാണെന്ന്. ഐ കോൾഡ് മൈ ഫാദർ. ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചു. ആൻഡ് ടോൾഡ് ഹിം, ഞാൻ അവനോട് പറഞ്ഞു. ഐ വെന്റ് ടു എ മീറ്റിംഗ്, ഞാനൊരു മീറ്റിങ്ങിന് പോയി. വിത്തിൻ എ വീക്ക് ഹി മേഡ് മി എ ബോക്സ് കണ്ടെയ്നിങ് ദ ബുക്ക് ഓഫ് ആൽക്കഹോളിസം, എ ടേപ്പ് ഓഫ് ഹിസ് എ ടോക്ക്. അവന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് ഒരു ബിഗ് ബുക്ക് അയച്ചു തന്നു. പിന്നെ അവൻ്റെ ഒരു ആൽക്കഹോളിസം ഒരു ടോക്കും, എ കപ്പിൾ ഓഫ് മെഡിറ്റേഷൻ ബുക്ക്, പിന്നീട് കുറച്ച് ധ്യാനത്തിന്റെ ബുക്കുകളും, എ കോപ്പി ഓഫ് 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻ, 12 പടികളുടെയും 12 പാരമ്പര്യങ്ങളുടെ ബുക്ക്, ആൻഡ് എ ഫ്യൂ അതർ ഓട്സ് ആൻഡ് ഇൻസ്, പിന്നെ മറ്റു പല കാര്യങ്ങളും. ഐ തിങ്ക് ഹി ഹാഡ് ബീൻ സേവിങ് അപ്പ് ഫോർ ദ ഡേ ഐ വാസ് വില്ലിങ്. അതായത് ഞാൻ ചിന്തിക്കുന്നത്, എപ്പോഴൊക്കെയാണോ അവൻ എന്നെ എന്തുകൊണ്ടാണ് എന്നെ സേവ് ചെയ്യാണ്ടിരുന്നത്, എൻ്റെ ആഗ്രഹം വരുന്നതുവരെ അവൻ എനിക്ക് വിട്ടുപോകുന്നതായിരിക്കാം. സോ ഡൈവോഴ്സ്ഡ്. ഇപ്പോൾ ഞാൻ വിവാഹം വേർപിരിച്ചിരിക്കുന്നു. ഐ മൂവ്ഡ് ബാക്ക് ഹോം. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ, ഐ വാസ് അണ്ടർ അറസ്റ്റ് ഫോർ ചൈൽഡ് എൻഡാഞ്ചർമെന്റ്. അതായത് ഒരു ചൈൽഡുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തു. ഐ ഹാഡ് ലെഫ്റ്റ് മൈ സ്ലീപ്പിംഗ് ചിൽഡ്രൻ ഹോം അലോൺ ആൻഡ് ഗോൺ ടു ഡ്രിങ്ക്. അതായത് കുട്ടികളെ ശ്രദ്ധിക്കാതെ ഞാൻ എൻ്റെ കുട്ടീനെ ഉറക്കിക്കെടുത്തിയിട്ട് മദ്യം മേടിക്കാൻ പോയി. അതുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ കുട്ടികളെ എൻഡാഞ്ചർമെന്റ്, അതായത് കുട്ടികളെ നോക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഞാൻ കുടിക്കാൻ പോയി. ദേ വേർ റിമൂവ്ഡ് ഫ്രം മൈ കസ്റ്റഡി ആൻഡ് പ്ലേസ്ഡ് വിത്ത് മൈ മദർ. അതായത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ കുട്ടികളെ എൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തത്തിലേക്ക് കൊടുത്തു. ദെൻ സ്റ്റാർട്ടഡ് മൈ റൗണ്ട്സ് ഓഫ് ദ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ്. അവിടെയാണ് എൻ്റെ ചികിത്സാ കേന്ദ്രങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ഐ കുഡ് ടോക്ക് എ ഗുഡ് ഗെയിം. എനിക്കെപ്പോഴും നല്ല രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയും. ആഫ്റ്റർ ഓൾ, എല്ലാത്തിനും ഉപരിയായി, ഐ ഹാഡ് ഗ്രോൺ അപ്പ് വിത്ത് എ. ഞാൻ എയിൽ വളർന്നു. ഐ വാസ് ദ വൺ ദ കൗൺസിലർ ആസ്ക്ഡ് ടു ടോക്ക് ടു അനദർ വുമൺ who were reluctant to leave their kids long enough to go to into treatment. അതായത് എൻ്റെ കൗൺസിലർ എന്നോട് പറഞ്ഞു, നീ ഒരു സ്ത്രീയായിട്ട് സംസാരിക്കണം. അവൾ ഇതുപോലെ തന്നെ കുട്ടീനെ ഇട്ടിട്ട് ട്രീറ്റ്മെന്റിന് പോകേണ്ടവളാണ്. ഐ കുഡ് ഗീവ് ദ ഹോൾ സ്പീച്ച്. എനിക്ക് ഒരു നല്ല പ്രസംഗം തന്നെ നടത്തി. വി കാൺ ബി ഗുഡ് മദർ ഇഫ് യു ആർ നോട്ട് സോബർ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് നല്ല അമ്മയാകാൻ സാധിക്കുകയില്ല നമ്മൾ കുടി നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സോബർ ആയില്ലെങ്കിൽ. ദ പ്രോബ്ലം വാസ്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇൻസൈഡ് ഐ വാസ് റിലീവ്ഡ് ദാറ്റ് മൈ കിഡ്സ് ഹാഡ് ടു ലീവ് വിത്ത് മൈ മാം. അതായത് ഉള്ളിൽ എനിക്കറിയാം ഞാൻ എൻ്റെ കുട്ടികൾ എവിടെയാണ്, ഞാൻ എൻ്റെ കുട്ടികളെ എൻ്റെ അമ്മയോടൊപ്പം വിട്ടതിന് ശേഷം മറ്റേ സ്ത്രീയോട് പറയാണ് കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയില്ല സോബർ ആയില്ലെങ്കിൽ എന്ന്. ഇറ്റ് വാസ് ടു ഹാർഡ് ടു ബി എ പേരന്റ്. ഇത് മാതാപിതാക്കൾക്ക് വളരെ
കഠിനമാണ്. ബട്ട് ഐ കുഡിൻ ടെൽ പീപ്പിൾ ദാറ്റ് ദേ മേ തിങ്ക് ഐ വാസ് എ ബാഡ് മം. പക്ഷെ ഞാൻ ആളുകളോട് പറയാൻ തയ്യാറായില്ല. കാരണം അവർ ചിന്തിക്കില്ലേ ഞാനൊരു മോശം അമ്മയാണെന്ന്. ആൻഡ് ഐ വാസ് എ ബാഡ് മം. ഞാനൊരു മോശം അമ്മ തന്നെയായിരുന്നു. ഐ വാസ് എ ടെറിബിൾ മം. ഞാൻ വളരെ ഒരു ടെറിബിൾ ആയിട്ടുള്ള മമ്മായിരുന്നു, അല്ലെങ്കിൽ അമ്മയായിരുന്നു. നോ, ഐ ഡിഡ്ന്റ് ബീറ്റ് ദം. ഞാൻ അവരെ ഉപദ്രവിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ അടിച്ചൊന്നുമില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഐ ടോൾഡ് ദം ഐ ലവ്ഡ് ദം. ഞാൻ തീർച്ചയായും അവരോട് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ബട്ട് ദ മെസ്സേജ് മൈ കിഡ്സ് ഗോട്ട് ഫ്രം മീ വാസ്, പക്ഷെ എന്ത് സന്ദേശമാണ് എൻ്റെ കുട്ടികൾക്ക് എന്നിൽ നിന്ന് കിട്ടിയത്? യെസ്, ഐ ലവ് യു, നൗ ഗോ അവേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പം എന്നിൽ നിന്ന് പുറത്തു പോകാം. ദേ ഹാഡ് ടു ബി പ്രാക്ടിക്കലി ഇൻവിസിബിൾ ഇൻ ദെയർ ഓൺ ഹോം. അവർ അവരുടെ സ്വന്തം വീട് ഇതുവരെയും കണ്ടില്ല, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിരുന്നു. ഐ ഹാഡ് അബ്സല്യൂട്ട്ലി നത്തിങ് ടു ഗീവ് ദം ഇമോഷണലി. വൈകാരികപരമായി അവർക്കൊന്നും ഞാൻ കൊടുത്തില്ല. ഓൾ ദേ വാണ്ടഡ് വാസ് മൈ ലവ് ആൻഡ് അറ്റൻഷൻ. അവർക്ക് എൻ്റെ സ്നേഹവും പരിചരണവുമാണ് വേണ്ടത്. ആൻഡ് ആൾക്കോൾസൺ റോബ്ഡ് മീ ഓഫ് ദ എബിലിറ്റി ടു ഗീവ്. ഇങ്ങനെയുള്ള സ്നേഹം കൊടുക്കാനും പരിചരണം കൊടുക്കാനും മദ്യം മൂലം എനിക്ക് സാധിച്ചില്ല. മദ്യം അതെല്ലാം കട്ടെടുത്തു. ഐ വാസ് എംപ്റ്റി ഓൺ ദ ഇൻസൈഡ്. ഞാൻ എൻ്റെ ഉള്ളിൽ ശൂന്യനായി. വൈൽ ഐ വാസ് ഇൻ ട്രീറ്റ്മെന്റ്, ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നപ്പോൾ മൈ ഡാഡ് ഡെഡ്, എൻ്റെ അച്ഛൻ മരിച്ചു. ആൻഡ് ഐ ഇൻഹെറിറ്റഡ് ഓൾമോസ്റ്റ് എനഫ് മണി ടു കിൽ മൈസെൽഫ്. ഞാനാണെങ്കിൽ എന്നെ കൊല്ലാൻ തന്നെ കുറെ പണം ചെലവഴിച്ചു. ഐ ഗോ ടു ഡ്രിങ്ക് ദ വേ ഐ വാണ്ട് ഫോർ 2.5 years. 2.5 വർഷം എന്നിലുള്ള പണം മുഴുവൻ ചെലവഴിച്ച് ഞാൻ കുടിച്ചു. ഐ ആം ഷുവർ ഐ ഗോട്ട് ദ ഹിയർ ഫാസ്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്. എനിക്ക് മനസ്സിലായി ഞാനും അതുപോലെ തന്നെ വളരെ വേഗം മരണപ്പെടുമെന്ന്, വളരെ ഫാസ്റ്റായിട്ട് ഈ കുടി മൂലം മരണപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. നിയർ ദ എൻഡ്, ഇത് അവസാനമായിരിക്കുന്നു. ഐ വാസ് ലിവിങ് ഇൻ ആൻ എറ്റിക് അപ്പാർട്ട്മെന്റ്. ഞാനൊരു അപ്പാർട്ട്മെന്റിൽ ജീവിക്കുകയാണ്. ദ മണി വാസ് ലോങ് ഗോൺ. പണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് നവംബർ. ഇതൊരു നവംബർ മാസമാണ്. കോൾഡ് ആൻഡ് ഗ്രേ, അതായത് വളരെ തണുത്തിട്ടുള്ള ഗ്രേ കളറിലുള്ള അന്തരീക്ഷം. വെൻ ഐ വാക്കപ്പ് അറ്റ് 5:30, ഇറ്റ് വാസ് എ ഗ്രേ ഔട്ട്സൈഡ്. 5:30 എടുത്തപ്പോൾ 5:30 അല്ലെങ്കിൽ രാവിലെ 5:30 ഞാൻ എണീക്കുമ്പോൾ പുറം മുഴുവൻ ഗ്രേ കളറാണ്. വാസ് ഇറ്റ് 5:30 AM ഓർ 5:30 PM? എനിക്ക് ഓർമ്മയില്ല. ഇത് 5:30 രാവിലെയാണോ 5:30 വൈകുന്നേരമാണോ? ഐ കുഡിൻ ടെൽ. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് പറയാൻ കഴിയില്ല. ഐ ലുക്ക്ഡ് ഔട്ട് ദ വിൻഡോ വാച്ചിങ് പീപ്പിൾ. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ആളുകൾ നോക്കിയാണ്. വേർ ദേ ഗോയിങ് ടു വർക്ക് ഓർ കമ്മിങ് ഹോം. അവര് ജോലി സ്ഥലത്തേക്ക് പോവുകയാണോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണോ? ഐ വെൻ ബാക്ക് ടു സ്ലീപ്പ്. പിന്നെ ഞാൻ ഉറങ്ങാൻ പോയി. വെൻ ഐ വാക്ക് അഗെയിൻ, ഞാൻ വീണ്ടും എണീറ്റപ്പോൾ ഇറ്റ് വുഡ് എയ്തർ ബി ലൈറ്റ് ഓർ ഡാർക്ക്. എനിക്ക് ഓർമ്മയില്ല അത് ഇരുട്ടാണോ വെളിച്ചാണോ എന്ന് ഓർമ്മയില്ല. ഓപ്പണിംഗ് മൈ ഐസ്, പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. ആഫ്റ്റർ വാട്ട് സീംഡ് ലൈക്ക് ഹോവേഴ്സ്, അതായത് മണിക്കൂറുകളോളം ഞാൻ ഉറങ്ങിയിരിക്കുന്നു. ഇറ്റ് വാസ് ഓൺലി 5:45 ആൻഡ് ഗ്രേ. ഞാൻ വിചാരിച്ചു ഒരുപാട് സമയം ഞാൻ ഉറങ്ങുന്നു, പക്ഷെ ഇപ്പോഴും 15 മിനിറ്റ് കഴിഞ്ഞു. 5:45. ഐ വാസ് 28 years old. എനിക്ക് 28 വയസ്സായിരിക്കുന്നു. ഐ ഫൈനലി ഗോട്ട് ഓൺ മൈ നീസ് ആൻഡ് ആസ്ക്ഡ് ഗോഡ് ഫോർ ഹെൽപ്പ്. അവസാനം ഞാൻ മുട്ടുമേൽ നിന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ടു, പ്രാർത്ഥിച്ചു, എന്നെ സഹായിക്കണം. ഐ കുഡിൻ ഗോ ഓൺ ദ വേ ഐ വാസ് ലിവിങ്. ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഐ ഹാഡ് ബീൻ ഇൻ ദ അപ്പാർട്ട്മെന്റ് സിൻസ് ഓഗസ്റ്റ് ആൻഡ് ഐ ഹാഡ് ബോതേർഡ് ടു അൺപാക്ക്. അതായത് ഈ അപ്പാർട്ട്മെന്റിൽ ഓഗസ്റ്റ് മാസം മുതൽ ഞാൻ താമസിക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് എങ്ങും പോകാൻ കഴിയുന്നില്ല. ഐ വാസ് ഇൻ ബാത്തിങ്. എനിക്ക് കുളിക്കാൻ കഴിയുന്നില്ല. ഐ കുഡിൻ ആൻസർ മൈ ഫോൺ. എൻ്റെ ഫോൺ എടുത്തൊന്ന് ആൻസർ പറയാൻ കഴിയുന്നില്ല. ഐ കുഡിൻ ഷോ അപ്പ് ഓൺ വീക്കെൻഡ്സ് ടു വിസിറ്റ് മൈ കിഡ്സ്. അതായത് ആഴ്ചയുടെ അവസാനം എനിക്ക് എൻ്റെ കുട്ടികളെ ഒന്ന് കാണാൻ പോകാൻ പറ്റുന്നില്ല. സോ ഐ പ്രേഡ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. സംതിങ് മേഡ് മീ ടു ഗോ ഡിഗ് ത്രൂ എ ബോക്സ് ആൻഡ് ഐ ഫൗണ്ട് ദ ബിഗ് ബുക്ക്. അപ്പോൾ ഒരു ബോക്സിൽ ഇങ്ങനെ എന്നോട് ഡിഗ് ചെയ്യാനായിട്ട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ബിഗ് ബുക്ക് കയ്യിലെടുത്തു. മൈ ഫാദർ ഹാഡ് സെൻഡ് മീ ഇയേഴ്സ് ഏർലിയർ. വർഷങ്ങൾ മുമ്പ് എൻ്റെ അപ്പൻ എനിക്ക് അയച്ചു തന്ന ബുക്ക്. ഐ ഓൾവേസ് ടെൽ ന്യൂ പീപ്പിൾ ടു ബൈ ദ ഹാർഡ് കവർ വേർഷൻ. ഫോർ സം റീസൺ ദേ ആർ ഹാർഡർ ടു ത്രോ അവേ. കാരണം ഹാർഡ് കവർ വേർഷൻ ആണെങ്കിൽ അത് എറിഞ്ഞു കളയാൻ പാടാണ്. ഐ റീഡ് ബിൽ സ്റ്റോറി അഗെയിൻ. ഞാൻ ബില്ലിന്റെ കഥ ഒരിക്കൽ കൂടി വായിച്ചു. ദിസ് ടൈം ഇറ്റ് മേഡ് സെൻസ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. ദിസ് ടൈം ഐ കുഡ് ഐഡന്റിഫൈ. എനിക്ക് അവരോടൊപ്പം തുലനം ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. ഐ സ്ലെപ്റ്റ്. ഞാൻ ഉറങ്ങി. ഹോൾഡിംഗ് ദ ബുക്ക് ലൈക്ക് എ ടെഡി ബിയർ. ഒരു ടെഡി ബിയർ അടുത്ത് വെച്ചതുപോലെ ഞാൻ ഈ ബുക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഐ വോക്ക് അപ്പ് ഫീലിംഗ് റെസ്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മന്ത്സ്. അവസാനം കുറേ മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു വിശ്രമം കിട്ടിയ പോലെ തോന്നി. ആൻഡ് ഐ ഡിഡിൻ വാണ്ട് ടു ഡ്രിങ്ക്. എനിക്ക് കുടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഐ വുഡ് ലവ് ടു ടെൽ യു. ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നത് ദാറ്റ് ഐ ഹാവ് ബീൻ സോബർ എവർ സിൻസ്. ഞാൻ അതിനുശേഷം സോബറാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. പക്ഷെ അതല്ല വലിയ കാര്യം.
ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഡ്രിങ്ക് ദാറ്റ് ഡേ. ആ ദിവസം എനിക്ക് കുടിക്കേണ്ടി വന്നില്ല. ബട്ട് ഐ ടുക്ക് നോ ആക്ഷൻ ടു ഇൻഷുർ അഗൈൻസ്റ്റ് ഇറ്റ്. പക്ഷേ ഇതിനെതിരായിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഞാൻ തയ്യാറായില്ല. അതായത് കുടിക്കാതിരിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. യു സി, നിങ്ങൾ കാണുന്നുണ്ടോ? ഐ ബിലീവ് ദാറ്റ് വി ഗോട്ട് മോർ ദാൻ വൺ. അതായത് വൺ മൂമെന്റ് ഓഫ് ഗ്രേസ് ഫ്രം ഗോഡ്. നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ദൈവത്തിന്റെ സഹായം കിട്ടുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് അപ് ടു അസ് ടു സീസ് ദ മൊമെന്റ് ബൈ ടേക്കിംഗ് ആക്ഷൻ. അതായത് എപ്പോഴാണോ ഈ സഹായം കിട്ടുന്നത് അപ്പോൾ മുതൽ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഐ ഹീഡഡ് ദ വോയിസ് ദാറ്റ് സെഡ്. ഞാനൊരു ശബ്ദം കേട്ടു. യു മേ ആസ് വെൽ ഡ്രിങ്ക്, യു നോ യു ആർ ഗോയിങ് ടു. നീ കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്കറിയാം നീ കുടിക്കുമെന്ന്. ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എവറി ടൈം ഐ വെന്റ് ടു മൈ ഫേവറേറ്റ് വാട്ടറിംഗ് ഹോൾ. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഞാനിങ്ങനെ വാട്ടറിംഗ് ഹോളിൽ പോകാൻ തുടങ്ങി. ഐ വാസ് സറൗണ്ടഡ് ബൈ പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് സോബറിംഗ് അപ്പ്. ആളുകൾ സുബോധാവസ്ഥയിലെത്തിയതിനെ കുറിച്ച് സംസാരിക്കുന്നു. മൈ ബാർ അറ്റൻഡർ അറ്റ് ക്വിറ്റ് ഡ്രിങ്കിങ്. അതായത് എന്റെ ബാർ അറ്റൻഡർക്ക് പോലും മദ്യം അവസാനിപ്പിക്കണമെന്നുണ്ട്. ദ ഗൈ ഐ വാസ് ഷൂട്ടിംഗ് പൂൾ വിത്ത് ടോക്കഡ് അബൌട്ട് ഗോയിങ് ബാക്ക് ടു എ. അതായത് പൂളിൽ എന്നോടൊപ്പം മത്സരിച്ചിരുന്ന ആൾക്ക് പോലും എ പോയതിനെ പറ്റി സംസാരിക്കുന്നു. സമ്മൺ നെക്സ്റ്റ് ടു മീ അറ്റ് ദ ബാർ. എന്നോടൊപ്പം ഇരുന്ന മറ്റൊരു ബാറിലുണ്ടായിരുന്ന മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു, വാസ് ടോക്കിംഗ് അബൌട്ട് ബീയിങ് അറ്റ് ദ ലോക്കൽ ക്ലബ് ഹൗസ് ഫോർ എ. അവിടെ ഒരു ക്ലബ് ഹൗസിൽ എ പറ്റി ഉണ്ടെന്ന് പറയുന്നു. ഐ ഡിഡ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് സോർട്ട് ഓഫ്. അങ്ങനെ എന്തോ അവർ പറഞ്ഞു. അതായത് എനിക്ക് കുടി നിർത്താൻ കഴിയുന്നില്ല ഫോർ എ ഫ്യൂ മന്ത്സ് ബട്ട് ഇവഞ്ച്വലി വെന്റ് ഓൺ ദ ബെൻഡർ ദാറ്റ് വുഡ് എൻഡ് അറ്റ് ഓൾ. അതായത് ഐ ഡിഡ് സ്റ്റോപ്പ് ഡ്രിങ്കിങ്, എനിക്ക് കുടി നിർത്താൻ കഴിയുന്നില്ല. സോർട്ട് ഓഫ്, ഒരു തരത്തിലും കുടി നിർത്താൻ കഴിയുന്നില്ല. പിന്നീട് മാസങ്ങൾ കടന്നുപോയി. ഇവഞ്ച്വലി പതുക്കെ ഞാൻ വളഞ്ഞ് അത് എൻഡ് അറ്റ് ഓൾ, അങ്ങനെ കുടിക്കാൻ തുടങ്ങി. ബൈ ദ എൻഡ് ഓഫ് 2 വീക്സ് ഓഫ് ഡ്രിങ്കിങ്, അങ്ങനെ 2 ആഴ്ചത്തെ കുടിക്ക് ശേഷം നോബഡി വാസ് സ്പീക്കിംഗ് ടു മീ, ആരും എന്നോട് സംസാരിക്കുന്നില്ല. സോ ഐ ഹെഡഡ് സൗത്ത്, ഞാൻ സൗത്തിലേക്ക് പോയി. വേർ ഐ വാസ് ഷുവർ ദാറ്റ് ഓൾ മിസ്ഡ് മീ, എനിക്ക് ഉറപ്പുണ്ട് അവരെല്ലാവരും എന്നെ മിസ് ചെയ്തിരിക്കുകയാണ്. ദർ വാസ് നോ ഹോം കമ്മിങ് പരേഡ്, അവിടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പരേഡൊന്നും ഉണ്ടായില്ല. പീപ്പിൾ ബെയർലി റിമെമ്പേർഡ് മീ. അവിടുത്തെ ആളുകൾ വളരെ നേരിയ തോതിൽ എന്നെ ഓർക്കുന്നുള്ളൂ. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് എ വീക്ക്, ആ വീക്ക് അവസാനിച്ചപ്പോൾ ഐ വാസ് ഔട്ട് ഓഫ് മണി, എൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ പണം തീർന്നു. ഐ കുഡന്റ് ഈവൻ ബുക്ക് എ പ്ലെയിൻ ടിക്കറ്റ് ഹോം, എനിക്കൊരു പ്ലെയിൻ ടിക്കറ്റ് പോലും എടുക്കാൻ പൈസ ഉണ്ടായില്ല. ഐ ഹാഡ് ലെസ് ദാൻ $1, എനിക്കൊരു ഡോളർ താഴെയുള്ളൂ. ആൻഡ് ഐ ഹാഡ് വൺ ഓഫ് ദോസ് ഹാങ് ഓവേഴ്സ്, പിന്നെ കൂടെയുള്ളത് ആ ഹാങ് ഓവറുകളും. ഐ ന്യൂ, എനിക്കറിയാം, ഇഫ് ഐ ട്രൈ ടു സിറ്റ് ഇൻ ദ എയർപോർട്ട് ബാർ ലോങ് ഇനഫ് ഫോർ സമ്മൺ ടു ബൈ മീ എ ഡ്രിങ്ക്. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എയർപോർട്ടിലെ ബാറിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എനിക്ക് കുടി മേടിച്ചു തരും. ഇറ്റ് വുഡ് ബി ഒബിയസ് ദാറ്റ് വാസ് മൈ ഇൻറ്റന്റ്. അതായിരുന്നു എൻ്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനത്തെ ആയിരുന്നു എൻ്റെ തോന്നൽ. ആൻഡ് മൈ പ്രൈഡ് കുഡിൻ ബിയർ ദ തോട്ട് ഓഫ് ബീങ് ആസ്ക്ഡ് ടു ലീവ്. എൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ ആത്മാഭിമാനം സമ്മതിച്ചില്ല അവിടെ നിന്ന് പുറത്തിറങ്ങിപ്പോവാൻ. ഐ ബ്രീഫ്ലി കൺസിഡേർഡ് മഗ്ഗിങ് എ ലിറ്റിൽ ഓൾഡ് ലേഡി ആൻഡ് സ്റ്റീലിംഗ് ഹെർ പേഴ്സ്. ഞാനൊരു കാര്യം ചെയ്തു, ഒരു പഴയ ഓൾഡ് ലേഡി, ഒരു വൃദ്ധയായ സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിച്ചു. ബട്ട് ഐ ന്യൂ ഐ വുഡ് എൻഡ് അപ്പ് പിക്കിംഗ് ഓൺ ദ വൺ ഹു വാസ് സ്റ്റിൽ ഇൻ ഷേപ്പ്. പക്ഷെ എനിക്ക് മനസ്സിലാവും ഞാൻ ബാഡ് ഷേപ്പിലാണ് എന്ന്, ആരെങ്കിലും എന്നെ പിടിക്കുമെന്ന്. ഇഫ് ദർ ഹാഡ് ബീൻ one more dollar, I might not be sober today. $1 കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് സുബോധവാനായിരിക്കില്ല. വൺസ് ഐ വാസ് ഡ്രിങ്കിങ്, ഞാൻ കുടിച്ചു തുടങ്ങിയപ്പോൾ ഐ ഓൾവേസ് ഹാഡ് എ പ്ലാൻ, എപ്പോഴും എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ദ ഡേ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ വാസ് ഔട്ട് ഓഫ് പ്ലാൻ. ഇപ്പോൾ എനിക്ക് ഓരോ ദിവസങ്ങളും ഔട്ട് ഓഫ് പ്ലാനുകളാണ്. ഐ ഡിഡ്ന്റ് ഹാവ് വൺ സിംഗിൾ ബെറ്റർ ഐഡിയ. എനിക്ക് ഒരു തരത്തിലുള്ള നല്ല ആശയങ്ങളില്ല. ഐ കോൾഡ് മം, ഞാൻ അമ്മയെ വിളിച്ചു. ടോൾഡ് ഹെർ വേർ ഐ വാസ്, എവിടെയാണ് എന്ന് അവൾ എന്നോട് ചോദിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹർ ടു ഫ്ലൈ മീ ഹോം, എന്നോട് പറഞ്ഞു നീ വീട്ടിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് വരാൻ. ഷീ ലേറ്റർ ടോൾഡ് മീ, പിന്നീട് അവൾ എന്നോട് പറഞ്ഞു, ഷീ ഓൾമോസ്റ്റ് ഡിഡ്ന്റ് ഡു ഇറ്റ് ബട്ട് ഷീ വാസ് അഫ്രൈഡ് ദേ ഹാഡ് നെവർ സീ മീ അഗൈൻ. അവൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, പക്ഷെ അവള് ഭയപ്പെട്ടു, ഇനി ഒരിക്കലും അവൾ എന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതുകൊണ്ടാണ് അവൾ ടിക്കറ്റ് എടുത്ത് തന്നത്. ഷീ ഡെപ്പോസിറ്റഡ് മീ അറ്റ് ദ ലോക്കൽ ഡീറ്റോക്സ് സെന്റർ. എന്നെ അവള് ഡീറ്റോക്സ് സെന്ററിൽ, അല്ലെങ്കിൽ മദ്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടേ ആക്കി. വേർ ഷീ ടോൾഡ് മീ, അവൾ എന്നോട് പറഞ്ഞു, ഐ കുഡ് ഗോ ഇൻ ഓർ നോട്ട് ബട്ട് ദാറ്റ് ഷീ വാസ് ഡൺ വിത്ത് മീ. നീ ഡീറ്റോക്സിന് പോകണം, അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ പരിപാടികളും നിർത്തി. ഐ വാസ് ഓൺ മൈ ഓൺ, ഞാൻ എൻ്റെ സ്വന്തം കാര്യം ഞാൻ നോക്കിക്കോളാം. ഡീറ്റോക്സ് ഗീവ് മീ ദ സെയിം മെസ്സേജ്. ഡീറ്റോക്സ് സെന്ററും അതേ മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. ഐ തോട്ട് ദേ ഷുഡ് സെൻഡ് മീ ഓൺ എ ട്രീറ്റ്മെന്റ് സെന്റർ.
ഞാൻ വിചാരിച്ചത് അവർ ട്രീറ്റ്മെന്റ് സെന്ററിലേക്കാണ് എന്നെ വിടുന്നതാണ്. 30 days ഓഫ് ഹോട്ട് മീൽസ് ആൻഡ് റെസ്റ്റ് വാസ് സൗണ്ടിങ് പ്രെറ്റി ഗുഡ് ടു മീ. അതായത് 30 ദിവസത്തെ ചൂടുള്ള ഭക്ഷണങ്ങളും പിന്നെ എല്ലാ ചുറ്റുപാടും നല്ല രീതിയിൽ പോകുന്ന ചികിത്സാ കേന്ദ്രം. ബട്ട് ദേ ടോൾഡ് മീ ഐ ഓൾറെഡി ന്യൂ എവറിഥിങ് ട്രീറ്റ്മെന്റ് വാസ് ഗോയിങ് ടു ടീച്ച് മീ. അപ്പൊ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്കറിയാം എന്താണ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നടക്കുന്നത്, എന്താണ് അവിടെ നിന്നെ പഠിപ്പിക്കുന്നതെന്ന്. ദാറ്റ് ഐ ഷുഡ് ഗോ ഡു ഇറ്റ് ആൻഡ് സേവ് ദ ബെഡ് ഫോർ സമ്മൺ ഹു നീഡ് ഇറ്റ്. നിനക്ക് അവിടെ പോയി ആ ബെഡ് വേസ്റ്റ് ആക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യമുള്ളവർ ആ ബെഡ് എടുക്കട്ടെ. ഐ ഹാവ് ബീൻ സോബർ എവർ സിൻസ്. അതിനുശേഷം ഞാൻ സുബോധാവസ്ഥയിലെത്തി. ഐ വാസ് ഫൈനലി അക്കൗണ്ടബിൾ ഫോർ മൈ ഓൺ റിക്കവറി. എൻ്റെ സുബോധാവസ്ഥയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ ടേക്കിംഗ് ദ ആക്ഷൻ. ഞാൻ പ്രവൃത്തി എടുക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗെയിംസ്, എൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഗെയിം എന്നാണ്, ആൻഡ് ഓൾവേസ് ബീൻ മേക്കിംഗ് ഇറ്റ് സമ്മൺ എൽസ് ജോബ് ടു സീ ദാറ്റ് ഐ ഗോട്ട് മൈ വർക്ക് ഡൺ. ദാറ്റ് ഗെയിം വാസ് ഓവർ. അതായത് അതുവരെയുള്ള എൻ്റെ ഏറ്റവും വലിയ ഗെയിം എന്തായിരുന്നു? മറ്റുള്ളവരുടെ ജോലി എടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക, എന്നിട്ട് അവർ ചെയ്ത ജോലി ഞാൻ എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. ദാറ്റ് ഗെയിം വാസ് ഓവർ. ആ കളി അവസാനിച്ചിരിക്കുന്നു. ഐ ഹാഡ് നെവർ എക്സ്പെക്ടഡ് ടു ലീവ് ഇറ്റ് ടു സി 30. അതായത് 30 വയസ്സ് തികയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സഡൻലി ഐ വാസ് 29.5. 29 വയസ്സായിരിക്കുന്നു. ആൻഡ് ഷോയിങ് നോ സൈൻസ് ഓഫ് ഡൈങ് എനി ടൈം സൂൺ. 29 വയസ്സായപ്പോഴത്തേക്കും ഇനി ഒരിക്കലും അടുത്ത കാലത്തെങ്ങും മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണ് എന്നെ കാണിച്ചു തരുന്നത്. ഐ ന്യൂ ഇൻ മൈ ഹാർട്ട്. എനിക്ക് എൻ്റെ ഹൃദയത്തിലറിയാം ദാറ്റ് ഐ വുഡ് ലിവ് വെദർ ഐ ഡ്രങ്ക് ഓർ നോട്ട്. എനിക്ക് ജീവിക്കാൻ സാധിക്കും, ഞാൻ കുടിച്ചാലും കുടിച്ചില്ലേലും. ആൻഡ് ദാറ്റ് നോ മാറ്റർ. അത് വിഷയമല്ല ഹൗ ബാഡ് ഇറ്റ് വാസ്. അത്ര മോശമായാലും ഇറ്റ് കുഡ് ഓൾവേസ് ഗെറ്റ് വേഴ്സ്. എത്ര ദാറ്റ് നോ മാറ്റർ ഹൗ ബാഡ് ഇറ്റ് വാസ്, എത്രയൊക്കെ മോശമായാലും ഇറ്റ് കുഡ് ഓൾവേസ് ഗെറ്റ് വേഴ്സ്. ഇത് വളരെയധികം വേഴ്സായി മാറും. സം പീപ്പിൾ ഗോട്ട് സോബർ. ചില ആളുകൾ സുബോധാവസ്ഥയിലെത്തും ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ടു ഡൈ. അവർ മരണത്തെ ഭയപ്പെടുന്നത് കൊണ്ട്. ഐ ന്യൂ ഐ വുഡ് ലൈവ്. എനിക്കറിയാം എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന്. ആൻഡ് ദാറ്റ് വാസ് ഫാർ മോർ ടെറിഫൈങ്. അതും ഭയാനകമാണ്. ഐ ഹാഡ് സറണ്ടേഡ്. എനിക്ക് സറണ്ടർ ചെയ്യേണ്ടതുണ്ട്. ദ ഫസ്റ്റ് തിങ് ഔട്ട് ഓഫ് ഡിറ്റോക്സ് ഐ വെന്റ് ടു എ മീറ്റിംഗ്. ഞാനൊരു ഡീറ്റോക്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മീറ്റിങ്ങിന് പോയി. ആൻഡ് ദ വുമൺ സ്പീക്കിംഗ് കമന്റഡ് ദാറ്റ് ആൽക്കഹോളിസം. എൻ്റെ ഒരു വുമൺ ഇങ്ങനെ പറഞ്ഞു ആൽക്കഹോളിസത്തെ കുറിച്ച്. ഹാഡ് ടേക്കൺ ഹർ ടു ദ പോയിന്റ്. അവൾ ഈ പോയിന്റിലാണ് എത്തിയത്. വേർ ഷീ ഡിഡിൻ വാണ്ട് ടു വർക്ക് ആൻഡ് ഡിഡിൻ വാണ്ട് ടു കെയർ ഓഫ് ഫോർ ഹർ ഡോട്ടർ. ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഡിൻ. അതായത് ആ സ്ത്രീ ഇങ്ങനെയാണ് പറഞ്ഞത്, ആൽക്കഹോളിസം എന്ന് പറയുന്നത് അവളൊരു പോയിന്റിൽ എത്തി. അതായത് അവൾക്ക് ജോലി ചെയ്യേണ്ടതില്ല, അവൾക്ക് കുട്ടികളെ നോക്കാൻ പറ്റിയില്ല, അവൾക്ക് കുടി മാത്രം മതി. ഐ കുഡിന്റ് ബിലീവ് ഇറ്റ്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദാറ്റ് വാസ് മീ. അത് ഞാനാണ്. ഷീ ബിക്കം മൈ ഫസ്റ്റ് സ്പോൺസർ. അവൾ എൻ്റെ ആദ്യത്തെ സ്പോൺസറായി. ആൻഡ് ഐ ബിക്കെയിം ബാക്ക്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ദ സെക്കൻഡ് നൈറ്റ്, അടുത്ത ദിവസം രാത്രി, ഐ സാറ്റ് ഇൻ വാട്ട് ഐ നോ കോൾ ദ ന്യൂ ഗൈ ചെയർ. ന്യൂ ഗൈ ചെയർ എനിക്കിപ്പോഴറിയാം, അതൊരു ന്യൂ ഗൈഡ് ചെയറാണ്, അല്ലെങ്കിൽ പുതിയ ആളിന്റെ ചെയറാണ്. സെക്കൻഡ് റോ, രണ്ടാമത്തെ നിര, എഗെയിൻസ്റ്റ് ദ വാൾ. അത് വാളിനടുത്താണ്. ഇഫ് യു സിറ്റ് ഇൻ ബാക്ക് ദേ നോ യു ആർ ന്യൂ. ഏറ്റവും പുറകിലാണ് നീ ഇരിക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാവും നീ പുതിയതാണെന്ന്. ആൻഡ് ഇഫ് യു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു മൈറ്റ് ഹാവ് ടു ടോക്ക് ടു സമൺ. അതായത് നീ ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കണമെങ്കിൽ പുതിയ ആളുകൾ വരുമ്പോൾ അവരോട് സംസാരിക്കാനുള്ളവരാണ് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. വെൻ ഇറ്റ് കെയിം ടൈം ടു ഹോൾഡ് ഹാൻഡ്സ് ആൻഡ് പ്രേ അറ്റ് ദ എൻഡ് ഓഫ് ദ മീറ്റിംഗ്. മീറ്റിംഗിന്റെ അവസാനം കൈപിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഐ ഹാഡ് നോ ഹാൻഡ് ടു ഹോൾഡ് ഓൺ മൈ സൈഡ്. എൻ്റെ അടുത്ത് ഒരു കൈ ഉണ്ടായിരുന്നില്ല പിടിക്കാനായിട്ട് ഒരു സൈഡിൽ. ഐ റിമെമ്പർ തിങ്കിങ് ഐ വിൽ നെവർ ഫിറ്റ് ഇൻ ഹിയർ. ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ അനുയോജ്യമല്ല എന്നാണ്. ആൻഡ് ഹാങ്ങിങ് മൈ ഹെഡ്. ഞാൻ എൻ്റെ ഹെഡ് തലയിടിച്ചു. ഐ ഫെൽറ്റ് മൈ ഹാൻഡ് ബീയിങ് ടേക്കൺ. എൻ്റെ കൈ എടുത്ത പോലെ തോന്നി. സമ്മൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ആരോ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ കൈ പിടിച്ചു. ഹാഡ് ടേക്കൺ ദ ടൈം ടു ബി ഷുവർ ദാറ്റ് ദ സർക്കിൾ വാസ് കംപ്ലീറ്റ്. ആരോ ഉറപ്പാക്കി ആ വൃത്തം പൂർത്തീകരിക്കാനായി. ടു ദിസ് ഡേ, ആ ദിവസം മുതൽ ഐ ഡോണ്ട് നോ ഹു ഇറ്റ് വാസ്. ആരാണ് എൻ്റെ കൈ പിടിച്ചത് എനിക്കറിയില്ല. ബട്ട് ദാറ്റ് പേഴ്സൺ എന്തോ ഈസ് ദ റീസൺ ഐ കെയിം ബാക്ക് ദ നെക്സ്റ്റ് നൈറ്റ്. ആ ഒരു വ്യക്തിയാണ് എൻ്റെ കൈ പിടിച്ച സർക്കിൾ പൂർത്തിയാക്കിയ വ്യക്തിയാണ്. ആ വ്യക്തി മൂലമാണ് ഞാൻ വീണ്ടും അടുത്ത ദിവസം രാത്രി മീറ്റിങ്ങിന് വന്നത്. ദാറ്റ് പേഴ്സൺ സേവ്ഡ് മൈ ലൈഫ്. ആ പേഴ്സൺ ആണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്. ആൻഡ് ഐ കെപ്റ്റ് കമ്മിങ് ബാക്ക്. ഇപ്പോൾ ഞാൻ തുടർച്ചയായി മീറ്റിങ്ങിൽ വരുന്നുണ്ട്. ദ ലോക്കൽ ക്ലബ് ഹൗസ് ഹാഡ് എ നോൺ ബിഗ് ബുക്ക് മീറ്റിംഗ്. അവിടുത്തെ ലോക്കൽ ക്ലബ് ഹൗസിൽ ഉച്ച തിരിഞ്ഞാൽ 12 മണിയാകുമ്പോൾ ബിഗ് ബുക്ക് മീറ്റിംഗ് ഉണ്ട്. എവറി ഡേ, എല്ലാ ദിവസവും ഉണ്ട്. ആൻഡ് ഐ വെന്റ്. ഞാൻ അവിടെ പോയി എവറി ഡേ, എല്ലാ ദിവസവും. നോട്ട് ടു ഗെറ്റ് സോബർ. എനിക്ക് സുബോധവാനാകാൻ വേണ്ടിയല്ല. മൈൻഡ് യു, നിങ്ങൾ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് സർട്ടൻലി നോട്ട് ടു ലേൺ അബൌട്ട് വാട്ട് വാസ് ഇൻ ദ ബുക്ക്. അല്ലെങ്കിൽ ബുക്കിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയല്ല. ഹിയർ വാസ് മൈ തിങ്കിങ്. ഇതായിരുന്നു എൻ്റെ ചിന്ത. ഐ ന്യൂ യു വെയർ സപ്പോസ് ടു റീഡ് യുവർ ബിഗ് ബുക്ക് എവറി ഡേ.
അതായത് നിങ്ങൾ എല്ലാ ദിവസവും ബിഗ് ബുക്ക് വായിക്കുകയാണെങ്കിൽ ആൻഡ് ദേ വെന്റ് അറൗണ്ട് ദ റൂം റീഡിങ് ആൻ എൻറ്റയർ ചാപ്റ്റർ. അതായത് ആ ബിഗ് ബുക്ക് ഇങ്ങനെ കൈമാറി എല്ലാവരും വായിച്ച് ആ ചാപ്റ്റർ അവസാനിക്കുന്നവരെ നമുക്ക് കേൾക്കാൻ പറ്റും. സോ ദാറ്റ് ഷുഡ് കൗണ്ട് റൈറ്റ്. അത് കണക്കാക്കേണ്ടതല്ലേ, ശരിയല്ലേ? ദിസ് ഓൾസോ ടുക്ക് അപ്പ് നിയർലി 30 minutes. 30 മിനിറ്റ് എടുത്തു. സോ ഇറ്റ് വാസ് ലെസ് ലൈക്ലി ദാറ്റ് ഐ വുഡ് ഗെറ്റ് കോൾഡ് ഓൺ ടു ടോക്ക്. അതായത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്നെ സംസാരിക്കാനായി വിളിച്ചത്. ആൻഡ് ദ മീറ്റിംഗ് വാസ് അറ്റ് നൂൺ. ആ 12 മണിക്കത്തെ മീറ്റിംഗിൽ വിച്ച് ലെഫ്റ്റ് മൈ നൈറ്റ്സ് ഫ്രീ. ആ രാത്രി എന്നെ സ്വതന്ത്രയാക്കി. ഫിഗേർഡ് ഔട്ട് ഓൾ ഓഫ് ദാറ്റ് മൈ കീൻ ആൽക്കഹോളിക് മൈൻഡ്. ഞാൻ ചിന്തിച്ചു, ഇതെല്ലാം എൻ്റെ മദ്യാസക്ത മനസ്സുകൊണ്ട് തോന്നിക്കുന്നതാണ്. ലക്കിലി, ഭാഗ്യവശാൽ, ഐ ഫോർഗോട്ട് ദാറ്റ് ഗോഡ് ഈസ് ദ ചാർജ് ഓഫ് റിസൾട്ട്സ്. അതായത് ഉത്തരം എന്ന് പറയാം, അല്ലെങ്കിൽ റിസൾട്ടുകൾ കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് റിസൾട്ടുകൾ തരേണ്ടത്. ഐ വാസ് ഫൈനലി ടേക്കിംഗ് ആക്ഷൻ. അവസാനം ഞാൻ പ്രവർത്തിച്ചു. ആൻഡ് മൈ മോട്ടീവ്സ് ഡിഡ്ന്റ് മാറ്റേഴ്സ്. എൻ്റെ ലക്ഷ്യങ്ങളൊന്നും പ്രശ്നങ്ങളല്ല. ഐ തോട്ട് ഐ ഹാഡ് ഗോ ത്രൂ ദ ബിഗ് ബുക്ക് വൺസ്. അതായത് ഞാൻ ബിഗ് ബുക്കിലൂടെ കടന്നു പോയാൽ ദെൻ ഗ്രാജുവേറ്റ് ടു ഡിസ്കഷൻ മീറ്റിംഗ്. അങ്ങനെ ഞാൻ ബിരുദം നേടി. ഡിസ്കഷൻ മീറ്റിംഗിൽ ബിരുദം നേടാം. ബട്ട് ദർ വാസ് എ ലോട്ട് ഓഫ് ലാഫർ ഇൻ ദ റൂം. പക്ഷേ അവിടെ ഒരുപാട് ചിരികളുണ്ട് ആ റൂമിൽ. സോ ഐ കെപ്റ്റ് ഗോയിങ്. അതുകൊണ്ട് ഞാൻ തുടർച്ചയായി പോയി. ഐ വാസ് നോട്ട് വൺ ഓഫ് ദോസ് പീപ്പിൾ. ഞാൻ ആ ആളുകളുടെ കൂടെയല്ല. ഹൂ വാക്ക്ഡ് ഇൻ ടു മീറ്റിംഗ്സ് ആൻഡ് സെഡ് താങ്ക് ഗോഡ് ഐ ആം ഹോം. ഐ വാസ് നോട്ട് വൺ ഓഫ് ദോസ് പീപ്പിൾ ഹൂ വാക്ക്ഡ് ഇൻ ടു മീറ്റിംഗ്സ് ആൻഡ് സെഡ് താങ്ക് ഗോഡ് ഐ ആം ഹോം. അവർ പറയുന്നത് എങ്ങനെയാണ്? ദൈവമേ നന്ദി, ഞാൻ വീട്ടിലാണ്. ഐ ഡിഡ് നോട്ട് പാർട്ടിക്കുലർലി വാണ്ട് ദാറ്റ് ദേ ഹാഡ്. എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അവർക്കുള്ളത്. ഐ ജസ്റ്റ് ഡിഡ്ന്റ് വാണ്ട് ദാറ്റ് ഐ ഹാഡ് എനിമോർ. എനിക്കുള്ളത് പോലെയൊക്കെ കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല. ദാറ്റ് വാസ് ദ ഹംബിൾ ബിഗിനിങ് ഐ നീഡഡ്. അവിടെയാണ് എൻ്റെ എളിമ ആരംഭിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്.